അതിരാവിലെ തന്നെ സ്റ്റേഷനിലേക്ക് കടന്നുവന്ന പയ്യന്മാരെ നോക്കി കോൺസ്റ്റബിൾ അമർഷത്തോടെ ചോദിച്ചു, എന്തു വേണം? കുറ്റി തലമുടിയും വലിയ വയറുമുള്ള അയാൾ കോട്ടുവായിട്ടപ്പോൾ തലേന്ന് രാത്രി സേവിച്ച വില കുറഞ്ഞ ബ്രാൻഡിയുടെ അസഹനീയമായ നാറ്റം പരന്നു. അയാൾ പയ്യന്മാരെ നോക്കി. കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് കാശുള്ള വീട്ടിലെ പയ്യന്മാരെ പോലെയുണ്ട്. എന്തോ കൂടോത്രമൊപ്പിച്ചുള്ള വരവായിരിക്കും. എന്താ ജോസേ, എന്താ പ്രശ്നം? ഹെഡ് കോൺസ്റ്റബിൾ വിനോദാണ്. ഒന്നുമില്ല സാറേ, പിള്ളേര് വെറുതെ വന്നതാ. ഒന്നും മിണ്ടുന്നില്ല. എന്താ പ്രശ്നം? വിനോദ് അടുത്തേക്ക് ചെന്നപ്പോൾ അവർ പിറകിലേക്ക് മാറി. വിനോദ് ഒരു പട്ടിയെ പോലെ മണം പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. നല്ല വെള്ളമാണല്ലോ. മക്കൾ വന്നത് എന്തിനെന്ന് പറ. രണ്ടു പയ്യന്മാരും മുഖത്തോട് മുഖം നോക്കി. പറയടാ, നിങ്ങളേതെങ്കിലും കൊച്ചുങ്ങളെ പീഡിപ്പിച്ചോ? ഇല്ല. എന്തെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചോ? ഇല്ല. പിന്നെ നിന്റെയൊക്കെ അമ്മാവനെ കാണാനാണോടാ വെളുപ്പാങ്കാലത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അല്ല. അവർ രണ്ടാളും പേടിച്ചു വിറയ്ക്കുന്നത് കണ്ട് ജോസിന് ഒരു ചെറിയ അലിവ് തോന്നി. പിന്നെ എന്തിനാ മക്കൾ വന്നത്? സാറേ, മുടിപുറകിൽ കെട്ടിവെച്ച പയ്യൻ മെല്ലെ പറഞ്ഞു. കട്ടിക്കണ്ണടക്കുള്ളിലൂടെ അവന്റെ കണ്ണുകൾ തുറച്ചു നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോൾ ഡീലക്സ് ബാറിന്റെ ഇടവഴിയിൽ ഒരാളെ തലക്കടിച്ച് വീഴ്ത്തുന്നത് കണ്ടു. ജോസിന്റെ മിഴികൾ ഒന്ന് ചെറുതായി. വിനോദും ഒരു നിമിഷം കൊണ്ട് അലേർട്ടായി. എന്നിട്ട് മുഖം മൂടി വെച്ച ഒരാളായിരുന്നു തലക്കടിച്ചത്. വിനോദ് ഒരടി മുന്നോട്ട് വെച്ചു. ഞങ്ങൾ നോക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഞങ്ങളുടെ പിന്നാലെ വന്നു. ഞങ്ങൾ നിർത്താതെ ഓടി. ജോസ് സംശയത്തിൽ അവരെ നോക്കി. നിങ്ങൾ ഏതു പടമായി ഇന്നലെ കണ്ടത്? രാക്ഷസൻ. ഓ, നിങ്ങൾ മൂക്കറ്റം വെള്ളം അടിച്ച് ആ സൈക്കോ പടവും കണ്ട് കിറങ്ങി നടന്നപ്പോൾ തോന്നിയതാവും. പിന്നെ നിങ്ങൾ രാവിലെ വരെ എവിടെയായിരുന്നു? അവർ ഒന്നും മിണ്ടിയില്ല. ജോസ് അവരുടെ പാൻറിന്റെ പോക്കറ്റ് പരിശോധിച്ച് ഒരു ചെറിയ പൊതിയെടുത്ത് മണത്തു നോക്കി. നല്ല ഒന്നാന്തരം നീലച്ചടയൻ. സാറേ, ഇതൊന്നു നോക്കൂ. വിനോദ് പൊതി വാങ്ങി നോക്കി. മക്കൾ കൊള്ളാലോ. പിന്നെ അയാൾ സെല്ല് തുറന്ന് അവരെ കഴുത്തിന് പിടിച്ച് അകത്തേക്ക് തള്ളി. കള്ളും കഞ്ചാവും അടിച്ച് സൈക്കോ പടവും കണ്ട് പോലീസുകാരുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്നിരിക്കുന്നു. SI സാർ വരട്ടെ, അതുവരെ ഇവിടെ കിടക്ക്. വാ സാറേ, ചായ കുടിച്ചു വരാം. ജോസ് പുറത്തു നിന്നും വിനോദിനെ വിളിച്ചു. മിണ്ടാതെ കിടന്നോണം. കരയാൻ തുടങ്ങിയ അവരെ വിരട്ടി സെല്ലും പൂട്ടി വിനോദ് അപ്പുറത്തേക്ക് പോയി. സെല്ലിനുള്ളിൽ നിന്നും അമർത്തിയ കരച്ചിൽ കേട്ടാണ് ജോസ് തിരിച്ചു വന്നത്. മിണ്ടാതെ കിടക്കടാ. അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത് തന്നെ SI അരുണിന്റെ മുഖത്തേക്കാണ്. അയാൾ ഉടനെ അറ്റൻഷനായി സല്യൂട്ട് ചെയ്തു. ആരാ ജോസ് ഇത്? ഇത് കഞ്ചാവ് കേസാ സാറേ. അമർത്തി ഒന്ന് മൂളി അരുൺ അകത്തേക്കു കയറി. ജോസേ, വിനോദിനെയും കൂട്ടി ഇങ്ങോട്ട് വാ. അവർ ചെല്ലുമ്പോൾ അരുൺ ആകെ അപ്സെറ്റ് ആയിരിക്കുകയായിരുന്നു. എന്താ സാറേ? ഒരു കൊലക്കേസുണ്ട് ജോസേ. നമ്മുടെ റിട്ടയർഡ് SP തമ്പാൻ സാറുടെ ബോഡി അയാളുടെ വീട്ടിൽ കിടപ്പുണ്ട്. സാർ, അതെപ്പോ? മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. സാറിന് ആരോടും വലിയ മിണ്ടാട്ടമില്ലാത്തതുകൊണ്ട് ആരും അറിഞ്ഞില്ല. പിന്നെ ഗൾഫിൽ നിന്ന് മോൾ IG സാറിനെ വിളിച്ചപ്പോഴാ അദ്ദേഹം ആളെ വിട്ട് നോക്കിച്ചത്. എന്നിട്ട് കൊലപാതകമാണെന്ന് എങ്ങനെ മനസ്സിലായി? അരുൺ ഒന്നും മിണ്ടിയില്ല. അയാളുടെ മുഖത്തെ ആത്മസംഘർഷം അവർക്ക് കാണാമായിരുന്നു. അരുണിന്റെ കൈകൾ ചെറുതായി വിയർക്കുന്നത് ജോസ് അത്ഭുതത്തോടെ കണ്ടു. എത്രയോ വലിയ കേസുകൾ പുല്ലുപോലെ തെളിയിച്ചതാണ് അരുൺ. ഇത്രയേറെ ടെൻഷനായി അന്നുപോലും കണ്ടിട്ടില്ല. എന്താ സാർ? അരുൺ മേശപ്പുറത്തിരുന്ന വെള്ളക്കുപ്പിയെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. വായ് നിറഞ്ഞ് കവിളിലൂടെ പുറത്തേക്കൊഴുകി. യൂണിഫോം കഴുത്തിനു ചുറ്റും നനഞ്ഞു. പിന്നെ ചെറുതായി കിതച്ചുകൊണ്ട് അയാൾ അവരെ നോക്കി. കൊലപാതകം തന്നെയാണ് ജോസ്. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇത്രയും ഭീകരമായ ഒരു കൊല ഞാൻ കണ്ടിട്ടില്ല. ഒരു തുള്ളി മാംസം പോലും ഇനി ആ ദേഹത്തില്ല. എല്ലാം മൂർച്ചയുള്ള കത്തികൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുഖം മാത്രം ഒരു പരിക്കുമില്ല. വലിയ ഒരു കുപ്പി നിറയെ രക്തം ശേഖരിച്ച് മുറി നിറയെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഹോ, നേരിൽ കാണുന്നത് പോലെ നടുങ്ങിപ്പോയിരുന്നു ജോസും വിനോദും. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് ജീവനോടെയാണ് സാറിന്റെ മാംസം അരിഞ്ഞെടുത്തതെന്നാണ്.
രക്തം വാർന്നു പോയിരുന്നു അരുണിന്റെ മുഖത്ത്. ജോസും വിനോദും പരസ്പരം നോക്കി. പിന്നെ അതിലും ക്രൂരമായ മറ്റൊന്നു കൂടെയുണ്ട്. അരുൺ തെല്ലു നിർത്തി അവനെ നോക്കി. കൊലയാളി സാറിന്റെ മാംസം അടുക്കളയിൽ പാകം ചെയ്ത് കഴിച്ചിട്ടുണ്ട്. രാവിലെ കഴിച്ച ചായ അതേപടി ഛർദ്ദിച്ചു പോയി വിനോദ്. ജോസും പകച്ച് അരുണിനെ നോക്കി. ആരായിരിക്കും ഇത്രയും വലിയ ക്രൂരത സാറിനോട് കാട്ടിയ ആൾ? ഒരു തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ല. ഫിംഗർ പ്രിന്റോ രോമമോ മുടിയോ ഒന്നും. പക്ഷേ ഒന്നുണ്ട്, അയാൾ അവിടെ ചോക്ക് കൊണ്ട് 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം അയാൾ രണ്ടാമത്തെ കൊലപാതകമാണ് നടത്തിയതെന്നല്ലേ? അതെ. ഈ വിവരം പുറത്താരും അറിയരുത്. പൊതുജനം പേടിക്കും. പെട്ടെന്ന് വാതിലിന് പുറത്ത് ഒരു മുട്ട് കേട്ടു. പിന്നാലെ ആവി പറക്കുന്ന ചായയും 2 സമൂസയുമായി തൊട്ടടുത്ത ചായക്കടയിലെ പയ്യൻ കയറി വന്നു. അരുൺ ചായ എടുത്തു. ഇന്നെന്താ 2 സമൂസ? അത് പുതിയ പാർട്ടി സപ്ലൈ ചെയ്ത സമൂസയാ. നല്ല ടേസ്റ്റുണ്ട്. അതാ 2 എടുത്തത്. അരുണിന്റെ ഇഷ്ടവിഭവമാണ് ചിക്കൻ സമൂസ. അത് എല്ലാവർക്കും അറിയാം. അരുൺ സമൂസ എടുത്തു കടിച്ചു. ആദ്യത്തെ കടിക്ക് തന്നെ വായിൽ എന്തോ കുടുങ്ങി. അരുൺ കൈവിരൽ കൊണ്ട് അത് പുറത്തെടുത്തു. നഖം. ഒരു മനുഷ്യന്റെ കൈവിരലിന്റെ നഖം. ഒരു ആന്തൽ കടന്നുപോയി അരുണിന്റെ നെഞ്ചിലൂടെ. അതോടൊപ്പം തന്നെ വലിയ ശബ്ദത്തോടെ അയാൾ ഓക്കാനിച്ചു. പിടിക്ക്, അവനെ പിടിക്ക്! അരുൺ ഉച്ചത്തിൽ അലറി. ചായക്കടയിലെ പയ്യൻ പകച്ചുപോയിരുന്നു. വിനോദ് അവനെ പിടികൂടി. ആരായി സമൂസ ഉണ്ടാക്കിയത്? അറിയില്ല. ഇത് അല്പം മുമ്പ് ഒരാൾ സാമ്പിൾ തന്നതാണ്. 2 എണ്ണമോ? അതെ. നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ അരുൺ സാറിന് കൊണ്ടുവന്നു തന്നു. അവന് കരച്ചിൽ വന്നിരുന്നു. അയാൾ എന്തിലാ വന്നത്? വന്നത് ഞാൻ കണ്ടില്ല. അയാളുടെ മുഖം മേക്കപ്പ് ചെയ്തതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ അയാളുടെ കയ്യിൽ ഒരു മുഖംമൂടി ഉണ്ടായിരുന്നു. മുഖംമൂടി? എന്തോ ഓർമ്മ വന്നതുപോലെ വിനോദ് പുറത്തേക്കോടി. രാവിലെ വന്ന പയ്യന്മാർ പറഞ്ഞതാണ് അയാൾക്ക് ഓർമ്മ വന്നത്. മുഖംമൂടി വെച്ച ഒരാൾ ഡീലക്സ് ബാറിന്റെ അടുത്ത് വെച്ച് മറ്റൊരാളെ അടിച്ചു വീഴ്ത്തിയതെന്ന് പറഞ്ഞപ്പോൾ അരുൺ ഒന്ന് ഞെട്ടി എണീറ്റു. ജോസ്, വണ്ടിയെടുക്കൂ. ആ പയ്യന്മാരെയും വിളി. നമുക്കുടൻ അവിടെ ചെക്ക് ചെയ്യണം. ശരി സാർ. അവരുടെ ജീപ്പ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഒരു വാൻ അവരെ കടന്നുപോയി. അതിന്റെ പിറകിലൂടെ ചുടുചോര ഒലിച്ചിറങ്ങി റോഡിലേക്കുറ്റുന്നത് അരുൺ കണ്ടു. ജോസ്, ആ വണ്ടിയെ ഫോളോ ചെയ്യേ. വേഗം. ജോസ് ജീപ്പിന്റെ വേഗത കൂട്ടി. പെട്ടെന്ന് വാനിന്റെ വേഗവും കൂടി. നിലത്ത് തൊടാത്ത പോലെ വാൻ അതിവേഗം മുന്നോട്ട് കുതിച്ചു. ജോസ്, ഒന്ന് വേഗം വിടൂ. സിഗ്നലിന് മുമ്പ് അവനെ പോക്കണം. ജോസ് ജീപ്പിന്റെ പരമാവധി വേഗമെടുത്ത് വാനിനെ ഓവർടേക്ക് ചെയ്ത് ബ്ലോക്കിട്ട് വണ്ടി നിർത്തി. വാനിന്റെ സൈഡ് ഡോർ തുറന്ന് ഒരാൾ പുറത്തേക്കിറങ്ങി ഓടി. വിനോദ് ഓടിയവന്റെ പുറകെ കുതിച്ചു. അവൻ പക്ഷേ വലിയ മതിൽ നിഷ്പ്രയാസം ചാടിക്കടന്നുപോയി. അരുണും ജോസും ഡ്രൈവറെ പൊക്കി. അയാൾ ഒരു കറുത്ത് തടിച്ച മധ്യവയസ്കനായിരുന്നു. അയാളുടെ ഡ്രസ്സിലെല്ലാം ചോരപ്പാടുകൾ കണ്ടു. അരുൺ ജോസിനെ നോക്കി. ജോസ് പെട്ടെന്ന് വാനിന്റെ സൈഡ് ഡോർ തുറന്നു. അതിനകത്ത് പോത്തിന്റെ വലിയ തുടകൾ പെട്ടിയിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. നാക്കു കടിച്ച് കണ്ണു തുറിച്ച ഒരു വലിയ പോത്തിന്റെ തല മറ്റൊരു പെട്ടിയിൽ ഇരിപ്പുണ്ട്. പെട്ടിയുടെ അടിയിലെ ദ്വാരത്തിലൂടെ ചൂടുള്ള ചോര പ്ലാറ്റ്ഫോമിൽ ഒഴുകി പരന്നിരിക്കുന്നു. ഛേ! സൈഡ് ഡോർ അതേപടി വലിച്ചടച്ചു ജോസ്. അരുൺ ഡ്രൈവറുടെ കോളറിൽ പിടിച്ച് ബോണറ്റിലേക്ക് അമർത്തി. പോത്തിറച്ചിയാണെങ്കിൽ പിന്നെ എന്തിനാടാ അവനിറങ്ങി ഓടിയത്? പേടിച്ചിട്ടാ സാറേ. എൻ്റെ മോനാ. പണ്ട് കുറെ പോക്കറ്റടിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോ അതിന്റെ പേരും പറഞ്ഞ് പോലീസുകാർ പിടിച്ചോണ്ട് പോവാറുണ്ട്. അത് പേടിച്ചോടിയതാ. ഇപ്പോ ഒക്കെ നിർത്തി സാറേ. അരുൺ ഒന്നമർത്തി മൂളി. നിന്റെ പേരെന്താടാ? മൂസ. പോത്തുമൂസ എന്ന് നാട്ടുകാർ വിളിക്കും. പോത്തുമൂസ, നിന്റെ മുഖത്തെന്താ ഒരു കള്ളലക്ഷണം? മൂസ മിഴികൾ താഴ്ത്തി. അയാൾ കൈകൾ കൂപ്പി അരുണിന്റെ നേരെ നോക്കി. ജീവിക്കാൻ വേണ്ടിയാണ് സാറേ, ഉപദ്രവിക്കരുത്. അരുൺ അയാളെ തറപ്പിച്ചൊന്ന് നോക്കി. പിന്നെ അയാളോട് നേരെ പോവാൻ ആംഗ്യം കാട്ടി. ഒന്നുകൂടെ കൈകൾ കൂപ്പി അയാൾ വണ്ടി ഓടിച്ചു പോയി. അപ്പോഴാണ് ഓടിക്കിതച്ച് വിനോദ് വന്നത്. കിട്ടിയില്ല സാറേ. ആ ചെറ്റ മതിൽ ചാടി ഓടിക്കളഞ്ഞു. പോട്ടെ വിനോദ്, അതൊന്നും നമ്മൾ നോക്കുന്ന ആളല്ല. അപ്പോഴും 2 പയ്യന്മാരും പേടിച്ചു വിറച്ച് വണ്ടിയിലിരിക്കുകയായിരുന്നു.
ജോസ് മുഖം തിരിച്ച് അരുണിനെ നോക്കി. ഇനി എങ്ങോട്ടാ? ഡീലക്സ് ബാർ. പയ്യന്മാർ പറഞ്ഞ സ്ഥലം മുഴുവൻ പരിശോധിച്ചിട്ടും അരുണിന് ഒരു തുമ്പും കിട്ടിയില്ല. അപ്പോഴാണ് അയാൾ റോഡിനപ്പുറത്തെ കടയിലെ CCTV കണ്ടത്. അരുണിന്റെ മിഴികൾ ഒന്ന് തിളങ്ങി. പക്ഷേ ആ കടയിലെ CCTV പ്രവർത്തനരഹിതമായിരുന്നു. അരിശമൂത്ത അരുൺ ബോണറ്റിൽ ആഞ്ഞുരുട്ടിയിടിച്ചു. ജോസേ, ആ പയ്യന്മാരെ വിട്ടേക്കൂ. പയ്യന്മാർ ഒരു ഓട്ടോയ്ക്ക് കൈകാണിച്ച് കയറിപ്പോയി. പിന്നെ അരുൺ നേരെ ഡീലക്സ് ബാറിന്റെ ഉള്ളിലേക്ക് കയറി. സാർ. പിറകിൽ നിന്നും ഒരു വിളി കേട്ട് അരുൺ തിരിഞ്ഞു നോക്കി. വെയിറ്റർ ആയിരുന്നു അത്. ഇത് സാറിന് തരാൻ ഇന്നലെ ഒരാൾ ഏൽപ്പിച്ചതാണ്. അരുൺ ആ പൊതി വാങ്ങി തുറന്നു നോക്കി. അതിനകത്ത് ഒരു മുഖംമൂടിയായിരുന്നു. ജോക്കറിന്റെ മുഖംമൂടി. അതിനുള്ളിൽ നാലായി മടക്കിയ ഒരു കടലാസ് കണ്ടു. അരുൺ കടലാസ് തുറന്നു. ചോര കൊണ്ടെഴുതിയ കത്തായിരുന്നു അത്. പച്ചച്ചോരയുടെ ഗന്ധം അരുണിനെ അലോസരപ്പെടുത്തി. നരഭോജികളുടെ പിന്നാലെ വരരുത്. അരുണിന്റെ മിഴികൾ ഒന്ന് വെട്ടി. ഈ കത്ത് ആരാണ് തന്നത്? അറിയില്ല സാർ. ഇന്നലെ ഒരാൾ ഇവിടെ കൗണ്ടറിൽ തന്നു പോയതാണ്. അയാളുടെ മുഖം ഓർമ്മയുണ്ടോ? ഇല്ല സാർ. അയാൾ നല്ല മേക്കപ്പ് ഇട്ടിരുന്നത് പോലെ തോന്നുന്നു. പിന്നെ വലിയ തൊപ്പി മുഖം മറയ്ക്കുന്ന രീതിയിൽ ധരിച്ചിരുന്നു. ക്യാമറയിൽ അയാളുടെ രൂപം പതിഞ്ഞിട്ടുണ്ടാവില്ലേ? ക്ഷമിക്കണം സാർ, ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഇനി അയാൾ വന്നാൽ ഉടനെ എന്നെ അറിയിക്കണം. നിരാശയോടെ അരുൺ തിരിഞ്ഞു നടന്നു. ഇനി എന്തു ചെയ്യും സാർ? അറിയില്ല, കാത്തിരിക്കാം. അയാളുടെ അടുത്ത മൂവിനായി. ആരാണ്, എന്താണ് എന്ന് ഒരു ധാരണയുമില്ലാതെ നമ്മൾ ഇനി എന്തു ചെയ്യും? വ്യക്തമായ ലക്ഷ്യമില്ലാതെ ആരും ഒന്നും ചെയ്യില്ല. ശരിയാണ്. പക്ഷേ അരുൺ വിനോദിനെ നോക്കി. തമ്പാൻ സാറിനെയൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾ അത്രയ്ക്കും കരുത്തനായിരിക്കണം. ശരിയാണ് ജോസ്. നരഭോജികളുടെ കേസുകൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അരുണൊന്ന് മിഴികൾ അടച്ചു തുറന്നു. ലോകത്ത് ഒരുപാട് നരഭോജികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ പൊതുവായ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് അവരൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി എന്തു ചെയ്യും സാർ? അറിയില്ല. പെട്ടെന്ന് അരുണിന്റെ മൊബൈൽ റിങ് ചെയ്തു. കമ്മീഷണർ ഓഫീസിൽ നിന്നാണ്. സാർ. അരുൺ, ഒരു മാൻ മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അരുണിന്റെ രോമകൂപങ്ങൾ അറിയാതെ എഴുന്നേറ്റ് നിന്നു. ഡീലക്സ് ബാറിന്റെ ഓണർ സൈമൺ തമ്പി. കമ്മീഷണറുടെ അടുത്ത സുഹൃത്താണ് സൈമൺ. രഹസ്യമായി അന്വേഷിച്ചാൽ മതി. പുറത്തറിയരുത്. ഇല്ല സാർ. ആ കൊലയെപ്പറ്റി വല്ല തുമ്പും കിട്ടിയോ? ഇല്ല സാർ, അന്വേഷിക്കുകയാണ്. വേഗം വേണം, നമുക്കധികം സമയമില്ല. ഓക്കെ സാർ. ഫോൺ കട്ടായി. അരുൺ ജോസിനെ നോക്കി. ജോസ്. ആളെ കിട്ടി. ഇന്നലെ രാത്രി മിസ്സായത് സൈമൺ ആണ്. ഡീലക്സ് ബാറിന്റെ മുതലാളി. എനിക്കറിയാം സാർ അയാളെ. അയാൾക്ക് ടൗണിന് പുറത്ത് മലയിലൊരു വീടുണ്ട്. എങ്കിൽ നമുക്ക് വേഗം അവിടെ എത്തണം. ജീപ്പ് അതിവേഗം അങ്ങോട്ടേക്ക് കുതിച്ചു. 1 മണിക്കൂർ കൊണ്ട് അവർ വീടിനടുത്തെത്തി. ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. കാർ പോർച്ചിൽ സൈമണിന്റെ കാർ കിടപ്പുണ്ടായിരുന്നു. സിറ്റ് ഔട്ടിൽ ആവി പറക്കുന്ന 3 ഗ്ലാസ് ചായ. ഉമ്മറവാതിൽ അടച്ചിരുന്നില്ല. തള്ളിയപ്പോൾ അത് തുറന്നു വന്നു. അകത്ത് മ്യൂട്ട് ചെയ്ത TV-യിൽ ആനിമൽ പ്ലാനറ്റ് ചാനൽ ഓടുന്നു. പകുതി കടിച്ച ഒരു ആപ്പിൾ മേശയിൽ ഇരിപ്പുണ്ട്. ഒഴിഞ്ഞ ഒരു മദ്യക്കുപ്പിയും 2 ഗ്ലാസുകളും പ്ലേറ്റിൽ കഴിച്ച് ബാക്കി വെച്ച ഇറച്ചിയും ടീപ്പോയ്ക്ക് മേലെ വെച്ചിട്ടുണ്ട്. ഓരോരോ റൂമുമായി അവർ തുറന്നു നോക്കി. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അവസാനമാണ് അവർ അടുക്കളയിലെത്തിയത്. അടുക്കളയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. സ്റ്റോർ മുറി അടച്ചിട്ടിരിക്കുകയാണ്. വാതിലിന് താഴെക്കൂടി ചെറിയൊരു ചോരച്ചാൽ പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. അതിനുള്ളിൽ നിന്നും ഒരു ചെറിയ ഞെരക്കം കേട്ടു. വിറയ്ക്കുന്ന കൈകളോടെ അരുൺ ഡോർ തള്ളി തുറന്നു. അടുത്ത നിമിഷം അയാൾ പരിസരം മറന്ന് അലറി. ജോസും വിനോദും പെട്ടെന്നോടി അങ്ങോട്ടേക്ക് വന്നു. അവരും അകത്തെ കാഴ്ച കണ്ട് നടുങ്ങിത്തെറിച്ചു നിന്നു. ഇടുപ്പിലും ചുമലിലും താഴെയും കയർ കെട്ടി മുകളിലേക്ക് ഹുക്കിൽ തൂങ്ങിയാടുന്ന പൂർണ്ണ നഗ്നമായ ഒരു മനുഷ്യ ശരീരം. അയാളുടെ വായ മൂടിക്കെട്ടിയിട്ടുണ്ട്. കഴുത്തിന് താഴെ മുഴുവൻ ഭാഗത്തു നിന്നും ശരീരം വെട്ടിയെടുത്തിരിക്കുന്നു. ദേഹമാസകലം ചോര വാർന്ന് ഒഴുകി താഴെ വലിയൊരു പാത്രത്തിൽ ശേഖരിച്ചിരിക്കുന്നു. കട്ടച്ചോരയുടെ ദുർഗന്ധം അവരെ മനം പുരട്ടിച്ചു. ഒരു നേർത്ത പിടച്ചിൽ. പിന്നെ ശരീരം സാവധാനം അനക്കമറ്റു. ഓക്കാനിച്ചുകൊണ്ട് 3 പേരും നിലത്തിരുന്നു.
അരുൺ വേഗം എഴുന്നേറ്റ് വീടിനു ചുറ്റും ഓടി നടന്നു. ഒരൊറ്റ മനുഷ്യക്കുഞ്ഞിനെയും കാണാനില്ല. അയാൾ തിരിച്ച് അകത്തേക്ക് ചെന്നു. വലിയ ദാഹം തോന്നി. അയാൾ ഫ്രിഡ്ജ് തുറന്നു. അടുക്കടുക്കായി നിറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യമാംസം കണ്ട് അയാൾ പിറകിലേക്ക് മറിഞ്ഞു വീണു. പരവേശം കൊണ്ട് അരുണിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അയാൾ വേഗം ഡോർ വലിച്ചടച്ചു. പക്ഷേ ഡോർ എന്തിലോ മുട്ടി ശരിക്കും അടയാതെ തുറന്നു വന്നു. ഫ്രിഡ്ജിനുള്ളിൽ നിന്നും വലിയൊരു കഷ്ണം മാംസം തറയിലേക്ക് വീണു. മനം പുരട്ടുന്ന ചോരയുടെ ഗന്ധം. ഇന്നോളം അനുഭവിക്കാത്ത കൊടും ക്രൂരതയുടെ ആഴമറിഞ്ഞ് ഹൃദയം നിലച്ചു പോകുന്നത് പോലെ അരുണിന് തോന്നി. പെട്ടെന്ന് പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് മൂവരും ഞെട്ടിയെഴുന്നേറ്റു. ഓടി പുറത്തേക്ക് വന്നപ്പോഴേക്കും ഹോൺ മുഴക്കി കാർ അതിവേഗം ഗേറ്റ് കടന്നുപോയി. ജോസ് വേഗം ജീപ്പിലേക്ക് ചാടിക്കയറി. ചാവിയിടാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. കീഹോൾ നിറയെ കട്ടിയുള്ള പശ നിറച്ചിരിക്കുന്നു. അരുണും ജോസും മുഖത്തോട് മുഖം നോക്കി. അരുൺ വേഗം മൊബൈൽ എടുത്ത് ഡയൽ ചെയ്തു. റേഞ്ച് കിട്ടുന്നില്ല. പെട്ടെന്നാണ് അയാൾ വോക്കി ടോക്കിയെക്കുറിച്ച് ഓർത്തത്. പക്ഷേ അത് വണ്ടിയിലുണ്ടായിരുന്നില്ല. അവരുടെ കൺമുന്നിലൂടെ കാർ അതിവേഗം മലയിറങ്ങി മറഞ്ഞുപോയി. നിസ്സഹായത. കടുത്ത നിസ്സഹായതയിൽ തലകുനിച്ച് അമ്പരന്നു നിന്നു മൂന്നുപേരും. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി അവർ. ജീവിതത്തിൽ അന്നാദ്യമായി അവരുടെ മനസ്സിൽ നിരാശ വന്നു നിറഞ്ഞു. വൈകിട്ട് 4 മണി. കമ്മീഷണറുടെ റൂം. കമ്മീഷണർ ജേക്കബ് തരകൻ ആജാനുബാഹുവായ ഒരു ഇരുനിറക്കാരനാണ്. റിട്ടയർ ആവാൻ ഇനി കഷ്ടിച്ച് 10 മാസം കൂടിയേയുള്ളൂ. 6 അടിയോളം ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള അയാൾ വലിയ കസേരയിൽ നിറഞ്ഞിരുന്നു. അരുണിനെ തന്നെ നോക്കി. അരുൺ, സൈമന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. അരുൺ ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു. അരുൺ, അയാൾ ശാസനയോടെ അരുണിനെ വിളിച്ചു. എത്ര കാലം നമ്മളിത് മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കും? നമുക്കിത് മറച്ചു പിടിച്ചേ പറ്റൂ സർ. 3 കൊലപാതകങ്ങൾ കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നമുക്കറിയാവുന്നത് 2 മാത്രം. തമ്പാൻ സാറും ഇപ്പോൾ സൈമണും. സർ, നമുക്ക് 2 ബോഡിയെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സാർ ഇതൊന്ന് നോക്കൂ. അരുൺ ഒരു കടലാസ് മുഖം മൂടി ജേക്കബിന് നേരെ നീട്ടി. അയാൾ അത് വാങ്ങി. ജോക്കറിന്റെ മുഖം മൂടി. സർ, ഇതിന്റെ പുറകിൽ 3 എന്നെഴുതിയിരിക്കുന്നത് കണ്ടോ? ജേക്കബ് അത് മറിച്ചു നോക്കി. രക്തവർണം കൊണ്ട് 3 എന്ന് പിറകിൽ വടിവൊത്ത കൈയക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് 3 കൊലപാതകം എന്നുറപ്പിക്കാമോ? തീർച്ചയായും സാർ. ഈ സീരിയൽ കില്ലേഴ്സിന് ഓരോ രീതികളുണ്ട്. തീർച്ചയായും അയാൾ കൂടുതൽ കൊലപാതകങ്ങൾ ലക്ഷ്യമിട്ടിരിക്കണം. ജേക്കബ് ഒന്നും മിണ്ടാതെ അരുണിനെ തന്നെ നോക്കി. സർ, അവസാനത്തെ കൊലപാതകം കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇനി ഏതു നേരവും അടുത്ത ആൾ കൊല്ലപ്പെട്ടേക്കാം. അപ്പോ ആദ്യത്തെ ആൾ? അയാളെ ആദ്യമേ കൊന്നുകളഞ്ഞിട്ടുണ്ടാവണം. അയാൾ ശരിക്കും മനുഷ്യമാംസം കഴിക്കാറുണ്ടോ? ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം അയാൾ സൈമൺ സാറിന്റെ വീട്ടിൽ വെച്ച് കഴിച്ചത് അദ്ദേഹത്തിന്റെ തന്നെ മാംസമാണ്. ഓക്കാനം വരുന്നത് പോലെ തോന്നിയിട്ട് ജേക്കബ് കൈലേസുകൊണ്ട് വായ പൊത്തി. സർ, തമ്പാൻ സാറിനും സൈമൺ സാറിനും ഏകദേശം ഒരേ പ്രായമാണ്. 50 വയസ്സിന് മുകളിൽ. അതിനർത്ഥം അയാൾ ലക്ഷ്യമിടുന്നത് പ്രായം ചെന്നവരെയാണെന്നാണ്. അതെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? വെറുതെ മനുഷ്യമാംസം തിന്നാനാണെങ്കിൽ അയാൾക്ക് ആരും അറിയാതെ ആയിരക്കണക്കിന് ആൾക്കാരെ കിട്ടും ഈ നഗരത്തിൽ. ജേക്കബിന്റെ മിഴികൾ ഒന്നിടുങ്ങി. അതൊന്നും വേണ്ട എന്ന് വെച്ച് അയാൾ ഇവരെ തിരഞ്ഞു പിടിച്ച് അവരുടെ വീട്ടിൽ വെച്ച് കൊന്നു പാചകം ചെയ്ത് കഴിക്കണമെങ്കിൽ ഒരു വ്യക്തമായ കാരണമുണ്ടാകും. ജേക്കബ് ഒന്നും മിണ്ടിയില്ല. തമ്പാൻ സാറും സൈമൺ സാറും വലിയ കൂട്ടുകാരായിരുന്നു. എനിക്ക് തോന്നുന്നത് ആരോ അവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ്. ജേക്കബിന്റെ മുഖം തന്നെ നോക്കിയിരിക്കുകയാണ് അരുൺ. അയാളുടെ മുഖത്ത് സൂക്ഷ്മമായ വികാരങ്ങൾ അലയടിക്കുന്നത് അരുൺ ശ്രദ്ധിച്ചു. സർ, ഇയാളെ അറിയാമോ? പോക്കറ്റിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അരുൺ ജേക്കബിന്റെ നേരെ നീട്ടി. അറിയും, അലിയാർ. ഇയാൾ പണ്ട് എന്റെ ഡ്രൈവറായിരുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെയാൾ ഇയാളാണ്. വാട്ട്? അറിയാതെ കസേരയിൽ നിന്നും എണീറ്റ് പോയി ജേക്കബ്. അയാളുടെ വലിയ ശരീരം ഒരൊറ്റ നിമിഷം കൊണ്ട് വിയർപ്പിൽ കുളിച്ചു. സാർ, അയാൾ 2 ആഴ്ചയായി മിസ്സിംഗ് ആണ്. അയാളുടെ ടാക്സി റെയിൽവേ സ്റ്റേഷനിൽ കിടപ്പുണ്ട്. 2 ആഴ്ചയായി. ജേക്കബ് ഒരു കുപ്പി വെള്ളമെടുത്ത് പകുതിയോളം കുടിച്ചു. സാർ സൂക്ഷിക്കണം. അടുത്ത ഇര ഒരുപക്ഷെ താങ്കളായേക്കാം. വാട്ട്?
ജേക്കബ് ശക്തിയായി ഒന്ന് നടുങ്ങി. മരിച്ച 3 പേരുടെയും ഫോണിൽ നിന്നും കഴിഞ്ഞ 3 മാസമായി ഏറ്റവും കൂടുതൽ കോൾ വന്നത് സാറിനാണ്. അതിന്? ജേക്കബ് രൂക്ഷമായി അരുണിനെ നോക്കി. ഈ കൊലകൾക്ക് ഒരു തുടർച്ചയുണ്ടെങ്കിൽ അടുത്തത് സാർ തന്നെയായിരിക്കും. ദേഷ്യം കൊണ്ട് ജേക്കബിന്റെ ഇരുണ്ട മുഖം ഒന്നുകൂടി കറുത്തു. സത്യമാണ് സാർ. മരിച്ച 3 പേരെയും ചുറ്റിപ്പറ്റി എന്തോ രഹസ്യങ്ങളുണ്ട്. അവരെ നേരിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും അവരെ 3 പേരെയും ബന്ധിപ്പിക്കുന്ന ഏതോ ഒരു കണ്ണി താങ്കളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതും താങ്കളാണ്. നിനക്ക് തെറ്റിയിരിക്കുന്നു അരുൺ. അവരുമായി എനിക്ക് നിയമവിരുദ്ധമായ ബന്ധം ഒന്നും തന്നെയില്ല. ആയിരിക്കാം സാർ. പക്ഷേ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒന്നിരുത്തി മൂളി ജേക്കബ്. പിന്നെ അരുണിനോട് പോവാൻ ആംഗ്യം കാട്ടി. സല്യൂട്ട് ചെയ്ത് അരുൺ പുറത്തു ചെന്നപ്പോൾ വിനോദും ജോസും കാത്തിരിക്കുകയായിരുന്നു. എന്താ സാർ പ്ലാൻ? നമുക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജേക്കബ് സാർ അറിയാതെ അദ്ദേഹത്തെ നിരീക്ഷിക്കണം. ഒരുപക്ഷെ അടുത്ത ഇര അയാളായേക്കാം. ജോസും വിനോദും അമ്പരപ്പോടെ അരുണിനെ നോക്കി. ഈ കൊലയാളികളുമായി ഇവർക്കെല്ലാം എന്തോ ബന്ധമുണ്ട്. നമ്മൾ കരുതും പോലെ മരിച്ചവരാരും ജീവിതത്തിൽ പുണ്യാളന്മാരായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് കടുത്ത പക മനസ്സിൽ സൂക്ഷിക്കുന്ന ആരോ ആണ് ഇതിന്റെ പുറകിലെന്നാണ്. ശരിയാണ് സാർ, ജോസ് അരുണിനെ നോക്കി പറഞ്ഞു. പക്ഷേ ഇത്ര മാരകമായി ഒരാളെ കൊല്ലാക്കൊല ചെയ്ത് അയാളുടെ മാംസം മുറിച്ച് വേവിച്ച് അയാളുടെ മുന്നിലിരുന്ന് ഭക്ഷിക്കാൻ മാത്രം എന്ത് ക്രൂരതയാവും അവർ ചെയ്തിട്ടുണ്ടാവുക? അറിയില്ല ജോസ്. ഒന്നറിയാം, അയാൾ മറ്റാരെയും ഒന്നും ചെയ്യില്ല. അയാൾക്ക് വേണമെങ്കിൽ സൈമൺ സാറിന്റെ വീട്ടിൽ വെച്ച് നമ്മളെയും ആക്രമിക്കാമായിരുന്നു. വിനോദും ജോസും പരസ്പരം നോക്കി. ഇത്തരമൊരു സാധ്യത അവർ ആലോചിച്ചിരുന്നില്ല. അറിയാതെ അവരുടെ ഉള്ളിലൂടെ ഒരു തീക്കനൽ പാഞ്ഞുപോയി. അറിയാതെ എങ്ങാനും അയാളുടെ കയ്യിൽ പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ച് അവർക്ക് അകാരണമായ ഒരു ഭീതി നിറഞ്ഞു. ഇനി എന്തു ചെയ്യും സാർ? അരുൺ തന്റെ കട്ടിമീശ അറ്റം അല്പം ചുരുട്ടിവെച്ചു. മരിച്ചവരുടെ ഡീറ്റെയിൽസ് എല്ലാം തപ്പിയെടുക്കുക. അവർ 3 പേരും പണ്ടെപ്പോഴെങ്കിലും ഒരുമിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. പിന്നെ അവരുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മേൽ ഒരു കണ്ണ് വയ്ക്കുക. സംശയാസ്പദമായി ആരെ കണ്ടാലും ചോദ്യം ചെയ്യുക. എത്ര ഫോഴ്സ് വേണമെങ്കിലും ജേക്കബ് സാർ അറേഞ്ച് ചെയ്യും. അപ്പോ കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടാവില്ല എന്നാണോ സാർ പറയുന്നത്? എന്റെ നിഗമനം ശരിയാണെങ്കിൽ അടുത്ത ലക്ഷ്യം ജേക്കബ് സാർ ആയിരിക്കും. അതോടുകൂടി ചിലപ്പോൾ അയാളത് നിർത്താനും മതി. ജോസിനെന്തോ അതത്ര വിശ്വാസയോഗ്യമായി തോന്നിയില്ല. അയാൾ ശരിക്കും നരഭോജിയാണെങ്കിലോ? അരുൺ ഞെട്ടലോടെ ജോസിനെ നോക്കി. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയാളെ തിരിച്ചറിയുന്നത് വരെ കാത്തിരിക്കുക എന്നല്ലാതെ. അങ്ങനെ ആവാതിരിക്കട്ടെ, അല്ലേ സാർ? അരുൺ ഒന്നും മിണ്ടിയില്ല. ചിലപ്പോ ഇതിനു പിന്നിൽ ഒരു ഗ്രൂപ്പ് തന്നെയാവാം ജോസ്. പണ്ട് റഷ്യയിലും അമേരിക്കയിലുമൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യമാംസം വിളമ്പിയ ഹോട്ടലുകൾ വരെയുണ്ട്. ഹോ, വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുന്നു. അരുൺ ഒന്നും മിണ്ടിയില്ല. ഇതങ്ങനെ ഒന്നും ആവില്ലെന്ന് വിശ്വസിക്കാം അല്ലേ? മറുപടി പറയാൻ വന്നതാണ് അരുൺ. പെട്ടെന്ന് അരുണിന്റെ മൊബൈൽ ബെല്ലടിച്ചു. പ്രിയ ആയിരുന്നു അത്, അരുണിന്റെ ഭാര്യ. മൊബൈലിലൂടെ പ്രിയയുടെ കരച്ചിലാണ് ആദ്യം കേട്ടത്. എന്തു പറ്റി പ്രിയ? മോളെ കാണുന്നില്ല അരുണേട്ടാ. പരിഭ്രാന്തി നിറഞ്ഞ പ്രിയയുടെ സ്വരം കേട്ട് അരുൺ തെല്ലൊന്ന് പകച്ചു. അവിടെ എവിടെയും ഉണ്ടാവും പ്രിയ. ഇല്ല അരുണേട്ടാ, എല്ലായിടത്തും ഞാൻ നോക്കി. അരുണിന്റെ മോൾ അനു 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനും അനുവും ചെടി നനയ്ക്കുമ്പോഴാ ഫോൺ ബെല്ലടിച്ചത്. അകത്ത് പോയി തിരിച്ചു വന്നപ്പോഴേക്കും അനുവിനെ കണ്ടില്ല. അരുണിന്റെ നെഞ്ചിൽ ഒരു മിന്നൽ പുളഞ്ഞുപോയി. അവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. പക്ഷേ ഇവിടെ ഒരു മുഖംമൂടി കിടപ്പുണ്ട്. തലയ്ക്കടിയേറ്റതുപോലെ അരുൺ ഒന്ന് നടുങ്ങി. അതിന്റെ പിറകിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല അരുണേട്ടാ, 7 എന്ന അക്കം മാത്രമേ ഉള്ളൂ. അറിയാതെ അരുണിന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. പിറകോട്ട് വീഴാൻ പോയ അരുണിനെ ജോസും വിനോദും താങ്ങി നിർത്തി. അവർക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയിരുന്നു. എന്റെ അനുമോൾ. നെഞ്ചു തടവിക്കൊണ്ട് അരുൺ നിലത്തേക്കിരുന്നു. അയാൾ ഒരു മനുഷ്യനല്ല, ഒരു മൃഗമാണ്. ആരോടെന്നില്ലാതെ അയാൾ പുലമ്പി. ജോസ് വേഗം വണ്ടിയെടുത്തു. സാറേ കയറൂ. 3 പേരും പെട്ടെന്ന് വണ്ടിയിൽ കയറി. ഹോൺ മുഴക്കി ജോസ് അതിവേഗം വണ്ടി മുന്നോട്ടെടുത്തു. നമുക്കിത് റിപ്പോർട്ട് ചെയ്യണ്ടേ സാർ? ജോസ് അരുണിന്റെ മുഖത്തേക്ക് നോക്കി. അരുൺ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം കിട്ടിയ മുത്താണ് അനു. ഒരുപാട് വഴിപാടുകൾ കഴിച്ചു. ഒരുപാട് അമ്പലങ്ങൾ സന്ദർശിച്ചു. ഒടുവിൽ പ്രിയ ഗർഭിണിയായപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. അനുമോളായിരുന്നു ഞങ്ങൾക്കെല്ലാം. അവൾക്ക് വേണ്ടി കോർപ്പറേറ്റ് മാനേജർ പോസ്റ്റ് വരെ ഒഴിവാക്കിയതാണ് പ്രിയ.
അരുണിന് ഒന്നും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. തൂങ്ങിയാടുന്ന അനുവിന്റെ ശരീരത്തിന് നേരെ മുഖമില്ലാത്ത ഒരാൾ കത്തിയുമായി കീറിമുറിക്കാൻ വരുന്നത് ആലോചിച്ചപ്പോൾ തന്നെ അരുണിന്റെ തല പെരുക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് തിരിയുമ്പോൾ തന്നെ അരുൺ മുറ്റത്തുള്ള ആൾക്കൂട്ടം കണ്ടു. അയാളുടെ കണ്ണിൽ നിന്നും ഒരൊറ്റ തുള്ളി കണ്ണീർ അടർന്നു വീണു. വണ്ടി നിർത്തിയതും പ്രിയ ഓടി വന്ന് അയാളുടെ നെഞ്ചിലേക്ക് വീണു. അവൾ ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീരിന്റെ ഇളം ചൂട് തന്റെ യൂണിഫോമിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്നത് അരുൺ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അരുണിന്റെ ഫോൺ ശബ്ദിച്ചത്. പരിചയമില്ലാത്ത ഒരു മൊബൈൽ നമ്പർ. അരുൺ മൊബൈൽ അറ്റൻഡ് ചെയ്തു. അച്ഛാ, തേന്മഴ പോലെ അനുമോളുടെ സ്വരം അയാളുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി. മോൾ എവിടെ? ഞാനിവിടെ ചൈതന്യ സൂപ്പർ മാർക്കറ്റിൽ. മോൾ എങ്ങനെ അവിടെ എത്തി? ഒരു അപ്പൂപ്പൻ്റെ കൂടെ വന്നതാ. എന്നിട്ട് അപ്പൂപ്പൻ എവിടെ? കാണുന്നില്ല. മോൾ അവിടെ തന്നെ നിൽക്ക്, അച്ഛനിതാ വരുന്നു. ഏകദേശം 1/2 കിലോമീറ്റർ ദൂരെയാണ് സൂപ്പർ മാർക്കറ്റ്. അരുൺ അവിടെ എത്തുമ്പോൾ അനു കൗണ്ടറിൽ നിൽക്കുകയായിരുന്നു. അയാൾ ഓടിച്ചെന്ന് അവളെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. മോൾ എന്തിനാ പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ പോകുന്നത്? അനു ഒന്നും മിണ്ടിയില്ല. അവളുടെ കുഞ്ഞിക്കണ്ണുകളിലെ വേദന കണ്ടപ്പോൾ അയാൾക്ക് പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. സാർ ഇതാ. സെയിൽസ്മാൻ അയാൾക്ക് ഒരു വലിയ പെട്ടി കൊണ്ടുവന്ന് കൊടുത്തു. എന്താ ഇത്? സാറിന് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാ. ആര്? ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. എനിക്ക് അയാളുടെ വീഡിയോ ഒന്ന് വേണം. സാർ വരൂ. അരുൺ അനുവിനെ ജോസിനെ ഏൽപ്പിച്ചു. വിനോദിനെയും കൂട്ടി ഓഫീസിലേക്ക് പോയി. പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ലെന്ന് അരുണിന് അറിയാമായിരുന്നു. മോളെയും കൂട്ടി ക്രിസ്മസ് പാപ്പ വരുന്നതും അനുമോൾ അകത്തേക്ക് പോകുന്നതും കണ്ടു. പിന്നെ അയാൾ പുറത്തേക്ക് പോയി ഒരു പെട്ടിയുമായി വരുന്നു. അത് കൗണ്ടറിൽ ഏൽപ്പിക്കുന്നു. പിന്നെ മെല്ലെ സാവധാനം പുറത്തേക്ക് പോയി നിർത്തിയിട്ട വെളുത്ത കാറിൽ കയറി പോകുന്നു. അരുൺ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാറിൻ്റെ നമ്പർ പരിശോധിച്ചു. നമ്പർ പ്ലേറ്റ് ശൂന്യമാണ്. അയാൾ വീഡിയോ ഫൂട്ടേജുകൾ ചെറിയ ക്ലിപ്പുകളാക്കി തൻ്റെ ഐഡിയിലേക്ക് സേവ് ചെയ്തു. പെട്ടെന്നാണ് അയാൾ കമ്മീഷണറുടെ കാര്യം ഓർത്തത്. അരുൺ പെട്ടെന്ന് അയാളുടെ നമ്പർ ഡയൽ ചെയ്തു. സ്വിച്ച് ഓഫ്. അരുണിനെന്തോ ഒരു പന്തികേട് തോന്നി. ജേക്കബ് സാർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആളല്ല. അരുൺ വേഗം പുറത്തേക്ക് വന്നു. പിന്നെ അനുമോളെ കൊണ്ടുപോയി പ്രിയയെ ഏൽപ്പിച്ചു. പ്രിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുമോളെ കെട്ടിപ്പിടിച്ച് മേലാസകലം ഉമ്മ വെച്ചു. കണ്ടു നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്ന ആ കാഴ്ച. പെട്ടെന്നാണ് അരുൺ ആ പെട്ടിയെക്കുറിച്ച് ഓർത്തത്. അയാൾ പെട്ടെന്ന് തന്നെ പെട്ടി പൊളിച്ചു. അതിൽ വലിയൊരു ടെഡ്ഡി ബിയർ ആയിരുന്നു. അതിൻ്റെ കഴുത്തിൽ ഒരു ചെറിയ ടാഗ് തൂക്കിയിരുന്നു. എൻ്റെ വാവാച്ചിയുടെ ഓർമ്മയ്ക്ക്. കറുത്ത ടാഗിൽ വെളുത്ത അക്ഷരങ്ങളാൽ കുറിച്ചിട്ടത് അയാൾ വായിച്ചു. പാവയ്ക്ക് താഴെ ഒരു ചെറിയ കവർ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ഒരു ചെറിയ ഡയറി. അയാൾ ഡയറി എടുത്ത് തുറന്നു. കാലപ്പഴക്കം കൊണ്ട് ഡയറിയിലെ താളുകൾക്ക് മഞ്ഞ കലർന്ന നിറമായിരുന്നു. അതിൽ എഴുതിയ വർഷം അരുൺ വായിച്ചു. 1988. ആദ്യത്തെ താളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ താളിൽ നല്ല വടിവത്ത അക്ഷരത്തിൽ എഴുതിയത് അരുൺ വായിച്ചു. ഇന്ന് വാവാച്ചി മോളുടെ 15ാമത്തെ പിറന്നാളാണ്. പെട്ടെന്ന് അരുണിൻ്റെ മൊബൈൽ ശബ്ദിച്ചു. കമ്മീഷണറുടെ നമ്പറായിരുന്നു അത്. അരുൺ വേഗം മൊബൈൽ അറ്റൻഡ് ചെയ്തു. ഹലോ സാർ. അപ്പുറത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഹലോ സാർ. അപ്പുറത്തു നിന്നും സിരകളിൽ അഗ്നി ചിതറിക്കുന്ന രൂപത്തിൽ വാക്കുകൾ അരുണിൻ്റെ ചെവിയിലേക്ക് സീൽക്കാരം പോലെ തുളഞ്ഞു കയറി. ഡോണ്ട് ഫോളോ മീ. ഹൂ ആർ യു? അപ്പുറത്തു നിന്നും ശബ്ദമൊന്നും വന്നില്ല. പെട്ടെന്ന് ഫോൺ കട്ടായി. ജോസേ, വണ്ടിയെടുക്ക്. ഡയറി പോക്കറ്റിൽ തിരുകി അരുൺ ജീപ്പിലേക്ക് ചാടിക്കയറി. പിറകിൽ നിന്നും പ്രിയ എന്തോ ചോദിച്ചത് അരുൺ കേട്ടില്ല. ജീപ്പ് അതിവേഗം കമ്മീഷണറുടെ ഓഫീസിലേക്ക് കുതിച്ചു. ജേക്കബ് സാർ എപ്പോഴാ പോയത്? വണ്ടി നിർത്തിയ ഉടനെ തന്നെ അരുൺ ആദ്യം കണ്ട ആളോട് തിരക്കി. സാറ് പോയ ഉടനെ. അരുൺ ഉടനെ സാറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. സ്വിച്ച് ഓഫ്. അരുൺ ഉടനെ സൈബർ സെക്ഷനിലേക്ക് വിളിച്ചു. ജേക്കബ് സാറിൻ്റെ മൊബൈൽ ലാസ്റ്റ് എവിടെയാണ് സിഗ്നൽ കാണിച്ചതെന്ന് അറിയാമോ? ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യൂ. സർ, അത് സാറിൻ്റെ വീടിനടുത്തുള്ള ടവർ. താങ്ക്സ്. അരുൺ വേഗം വണ്ടിയിൽ കയറി. അവർ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. സർ, ഇനി എന്തു ചെയ്യും? ജോസ് ആശങ്കയോടെ അരുണിനെ നോക്കി. എതിരാളി നമ്മളെക്കാൾ കരുത്തനാണ് ജോസ്. അതീവ ബുദ്ധിശാലി. അപ്പോ എന്തു ചെയ്യും? അരുൺ ഒന്നും മിണ്ടിയില്ല.
അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ പിന്നെയും തലപൊക്കി. കുറച്ചു കഴിഞ്ഞ്, "എവിടെയാണ് താൻ?" ജേക്കബ് സാർ കണ്ണു തുറന്നു നോക്കി. മേലാകെ വേദനിക്കുന്നു. കാറിൽ കയറി വണ്ടിയെടുത്തതും ആരോ ഒരാൾ മുന്നിലേക്ക് വന്നതും മാത്രം ഓർമ്മയുണ്ട്. പിന്നെ പൂർണ്ണ നഗ്നനായി തല കീഴായി തൂങ്ങിക്കിടക്കുകയാണ് താനെന്ന് ഒരു ഞെട്ടലോടെ അയാൾക്ക് മനസ്സിലായി. തലപെരുക്കും പോലെ. "സാർ ഉണർന്നു അല്ലേ?" മുഖം മൂടി വെച്ച ഒരാൾ സാവധാനം കയർ താഴ്ത്തി തറയിലേക്കിട്ടു. ഭാരമേറിയ ചാക്കുകെട്ട് വീഴും പോലെ അയാൾ തറയിലേക്ക് വീണു. തലയ്ക്ക് ചെറിയ പരപരപ്പ് പോലെ. കൈകുത്തി മെല്ലെ എണീറ്റു നിന്നു ജേക്കബ്. പിന്നെ മുഷ്ടി ചുരുട്ടി അയാളുടെ നേരെ കുതിച്ചു. അയാൾ വളരെ നിസ്സാരമായി ഒഴിഞ്ഞുകളഞ്ഞു. പിന്നെ മൂർച്ചയേറിയ ചെറിയ കത്തി ജേക്കബിന്റെ പുറത്തേക്ക് കുത്തിയിറക്കി. വേദനയാൽ അലറിക്കരഞ്ഞു ജേക്കബ്. അയാൾ വളരെ നിസ്സാരമായി ജേക്കബിനെ പൊക്കിയെടുത്ത് കോൺക്രീറ്റ് തൂണിനോട് ചേർത്ത് കെട്ടി. "കെട്ടഴിച്ചുവിടടോ!" രോക്ഷം അടക്കാനാവാതെ 4-5 തെറികൂടി ചേർത്തു വിളിച്ചു ജേക്കബ്. അയാൾ ഒന്നും മിണ്ടാതെ മേശപ്പുറത്ത് വെച്ചിരുന്ന വലിയ കത്തി ചാണകല്ലുകൊണ്ട് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് മൂർച്ച പരിശോധിച്ച് നല്ലതാണെന്ന് ഉറപ്പുവരുത്തി ജേക്കബിനെ നോക്കി. ജേക്കബിന്റെ മുഖത്ത് ഭയം നിഴലിക്കുന്നത് അയാൾ കണ്ടു. "നീ ആരാ?" പേടിയോടെ ജേക്കബ് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ മുഖം മൂടി ഊരിമാറ്റി. മുഖം മുഴുവൻ പൊള്ളി ഉണങ്ങിയ ഒരു ഭീകരരൂപം. ഒരു നടുക്കത്തോടെ ജേക്കബ് കണ്ണുകളടച്ചു. അയാൾ കത്തിയുമായി ജേക്കബിന്റെ അടുത്തെത്തി. നെറ്റിയിൽ വെച്ച കത്തിമുന വരഞ്ഞു വരഞ്ഞ് വയറിനു താഴെ എത്തിയപ്പോൾ ഒന്ന് നിന്നു. ശ്വാസം പോലും എടുക്കാൻ മറന്നു ജേക്കബ്. കത്തി താഴേക്ക് വന്ന് തുടകളിലെത്തി നിന്നു. ജേക്കബ് എന്തോ പറയാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. പേടികൊണ്ട് അയാൾക്ക് ശബ്ദം പുറത്തു വന്നില്ല. അയാൾ കത്തി തുടയിലേക്ക് അമർത്തി. വേദന കൊണ്ട് അലറിക്കരഞ്ഞു ജേക്കബ്. അയാൾ കത്തിയെടുത്ത് വല്ലാത്തൊരു ചിരിയോടെ ജേക്കബിനെ നോക്കി. "വേദനിക്കുന്നുണ്ടോ?" ഇത്രത്തോളം ക്രൂരത നിറഞ്ഞ ഒരു നോട്ടമോ ഒരു സ്വരമോ ഇന്നേവരെ ജേക്കബ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ കത്തി ഒന്നുകൂടി തുടയിലേക്ക് അമർത്തി. പിന്നെ 4 ഭാഗത്തേക്കും ചെറുതായി കീറി വരഞ്ഞു. അവസാനം കത്തി താഴ്ത്തി ഒരൊറ്റ കറക്കം. പൈപ്പിൽ നിന്നും വരുന്നത് പോലെ ചീറ്റിയ ചോരയ്ക്കൊപ്പം വലിയൊരു കഷ്ണം ഇറച്ചിയും താഴെ വീണു. ഇന്നോളം അനുഭവിക്കാത്ത വേദനയിൽ നീറിപ്പിടഞ്ഞു ജേക്കബ്. പെരുവിരലിൽ നിന്നും ഇടിച്ചു കയറിയ വേദന മുള്ളുകളായി തലയോട്ടിയിൽ കുത്തിയതുപോലെ. ശരീരത്തിലെ ഓരോ ഞരമ്പുകളും വലിഞ്ഞു മുറുകി പൊട്ടുന്ന പോലെ. അയാൾ ഇറച്ചി കഷ്ണവുമായി അകത്തേക്ക് പോകുന്നത് ജേക്കബ് കണ്ടു. നിസ്സഹായനായി ജേക്കബ് ശബ്ദമില്ലാതെ കരഞ്ഞു. ചെറിയ ഗ്യാസ് കുറ്റിക്ക് മുകളിൽ ഘടിപ്പിച്ച ഒരു അടുപ്പുമായാണ് അയാൾ തിരിച്ചു വന്നത്. അയാൾ വളരെ ശ്രദ്ധാപൂർവം അടുപ്പ് കത്തിച്ച് അതിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചു. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് മസാല ചേർത്ത് അതിലിറച്ചിയിട്ടു. പിന്നെ സ്പൂൺ കൊണ്ടിളക്കി ജേക്കബിനെ നോക്കി ഒന്നിളിച്ചു കാട്ടി. ജേക്കബ് മരവിച്ച മനസ്സോടെ അയാളെ നോക്കി. ഇറച്ചി മൊരിയുന്നതിൻ്റെ വാസന അവിടെ പരന്നു. ജേക്കബിന് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. പാതി വെന്ത ഇറച്ചി ചൂടോടെ അയാൾ കയ്യിലെടുത്ത് മെല്ലെ ജേക്കബിന്റെ മുന്നിലേക്ക് ചെന്നു. "ലോകത്തിലെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം എന്താണെന്നറിയാമോ?" ജേക്കബ് ഒന്നും മിണ്ടിയില്ല. പകുതി ഇറച്ചി കടിച്ചു പറിച്ചുകൊണ്ട് അയാൾ ജേക്കബിനെ നോക്കി കണ്ണിറുക്കി. "ഇതാണ്." വലിയ ഒച്ചയിൽ ഓക്കാനിച്ചു പോയി ജേക്കബ്. അയാൾ ദേഷ്യത്തോടെ ബാക്കി വന്ന ഇറച്ചി ജേക്കബിന്റെ വായിലേക്ക് തള്ളിക്കയറ്റി. ജേക്കബ് അത് അയാളുടെ മുഖത്തേക്ക് തന്നെ തുപ്പി. എന്നിട്ട് നേരെ അയാളുടെ മുൻപിലേക്ക് ഛർദ്ദിച്ചു. ഒരൊറ്റ നിമിഷം. മേശപ്പുറത്ത് വെച്ച കത്തിയെടുത്ത് തലങ്ങും വിലങ്ങും വരഞ്ഞു അയാൾ. കൊടും വേദനയിൽ 8 ദിക്കും കേൾക്കുന്ന ഒച്ചത്തിൽ അലറിക്കരഞ്ഞു ജേക്കബ്. "ആരാണു നീ?" കൊടും വേദനയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും പകം നിറഞ്ഞ മൂർഖനെ പോലെ പത്തി വിടർത്തി ജേക്കബ്. അയാൾ തൻ്റെ ഷർട്ട് അഴിച്ചുമാറ്റി. ദേഹം മുഴുവൻ പൊള്ളി ഉണങ്ങിയ പാടുകൾ. ആകെ വിരൂപമായ രൂപം. മനുഷ്യ ശരീരം തന്നെയാണോ എന്ന് തോന്നിക്കുന്നു. "ആരാ നീ?" ആക്രോശിച്ചുകൊണ്ട് ജേക്കബ് അയാളുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി. അയാളുടെ മുഖം ജേക്കബിന്റെ ചെവിയോട് അടുപ്പിച്ചു. "വാവച്ചിയുടെ നിർഭാഗ്യവാനായ പാപ്പ." ജേക്കബിന്റെ ഉള്ളിൽ ഒരു കുളിര് കോരി. "സാജൻ, മറന്നിട്ടില്ല അല്ലേ? ചത്തുപോയെന്ന് കരുതി കാണുമല്ലേ?" ജേക്കബിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സാജൻ സാവധാനം ജേക്കബിന്റെ ചെവിയിൽ ചുംബിച്ചു. പിന്നെ ചെവിയിൽ കടിച്ചു മുറിച്ച് ഒരു വലി. മരണവേദനയിൽ അലറിക്കരഞ്ഞു ജേക്കബ്. സാജന്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി. അത് ആനന്ദക്കണ്ണീറായിരുന്നു. കുറച്ചു കഴിഞ്ഞ്, "സർ,
ജോസ് അരുണിനെ നോക്കി. ഇനി ഇവിടെ മാത്രമേ നോക്കാൻ ബാക്കിയുള്ളൂ. ജേക്കബ് സാറിന്റെ വീടിനടുത്ത് എവിടെയോ ആണ് അയാളെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് അരുണിന് ഏകദേശ രൂപം ഉണ്ടായിരുന്നു. കാരണം നഗരത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാ വാഹനങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സാറിന്റെ വീടിന് 2 കിലോമീറ്റർ മാറി ഒരു പഴയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. 5 വർഷത്തിലേറെയായി പൂട്ടിക്കിടക്കുന്ന അതിൽ 100ഓളം ചെറിയ കെട്ടിടങ്ങളുണ്ട്. പലതും പൊളിഞ്ഞ് നാശമായിരിക്കുന്നു. അങ്ങോട്ടേക്കുള്ള വഴി മഴയിൽ പൊളിഞ്ഞ് ആകെ നാശമായിരിക്കുന്നു. ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടങ്ങൾക്ക് ചുറ്റും കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞിരിക്കുന്നു. അതിലെ ഓരോ കെട്ടിടങ്ങളായി പരിശോധിക്കുകയാണ് അരുണും ജോസും വിനോദും. ഏകദേശം എല്ലാ കെട്ടിടങ്ങളും പരിശോധിച്ചു. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ നിരാശരായി മടങ്ങാൻ നേരത്താണ് അരുൺ പോക്കറ്റിൽ തിരുകിയ ചെറിയ ഡയറിയെപ്പറ്റി ഓർത്തത്. അയാളത് പുറത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. ഇന്ന് വാവച്ചി മോളുടെ 15ാമത്തെ പിറന്നാളാണ്. ഇന്ന് പപ്പ കൊണ്ടുവരുന്ന സമ്മാനം എന്താണെന്നറിയാനായി കാത്തിരിക്കുകയാണ് ഞാൻ. പപ്പയ്ക്ക് കുറച്ച് ദൂരെ ഒരു റെസ്റ്റ് ഹൗസിലാണ് ജോലി. ഇന്ന് പപ്പ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാവച്ചിക്ക് പപ്പയാണ് മമ്മയും പപ്പയും എല്ലാം. മമ്മയെ വാവച്ചി നേരിൽ കണ്ടിട്ടേയില്ല. പക്ഷേ മമ്മ നോക്കുന്നതിനേക്കാൾ കൂടുതൽ പപ്പ വാവച്ചിയെ നോക്കുന്നുണ്ട്. ഇന്നും കട മുതൽ വീട് വരെ ജോ പുറകെ വന്നു. എത്ര പറഞ്ഞാലും ജോ കേൾക്കില്ല. അവൻ്റെ നീണ്ട കോലൻ ചെമ്പിച്ച മുടിയും ഇളം നീലക്കണ്ണുകളും ഞാനിപ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ പപ്പയാണ് എനിക്കെല്ലാം. അതുകൊണ്ട് ഇന്നും അവനോട് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ജോ യഥാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ പപ്പ പറഞ്ഞതുപോലെ പഠിച്ച് ഒരു ഡോക്ടർ ആവണമെന്ന് തന്നെയാണ് വാവച്ചിയുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ പ്രണയിച്ചു നടക്കാൻ എനിക്ക് സമയമില്ല ജോ. നേരിട്ട് പറയുന്നില്ലെങ്കിലും എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്നോടുള്ള ഇഷ്ടം യഥാർത്ഥമാണെങ്കിൽ പഠിച്ച് ഡോക്ടറായി തിരിച്ചു വരുന്നതുവരെ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ കാത്തിരിക്കുമെങ്കിൽ ഞാനും നിന്റെ നീലക്കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയസാഗരത്തിൽ ലയിച്ചു ചേരും. പിന്നെയുള്ള പേജുകളെല്ലാം കീറി മാറ്റിയിരിക്കുന്നു. അരുണൊന്ന് നെടുവീർപ്പിട്ടു. കൊലയാളിക്ക് അപ്പോൾ പറയാൻ ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ടാകും. ചിലപ്പോൾ തന്റെ മകളെ നശിപ്പിച്ചവരോടുള്ള പ്രതികാരത്തിന്റെ കഥയായിരിക്കാം അത്. മോൾക്കു വേണ്ടി ജീവിച്ച ഒരു പാവം പപ്പയുടെ പ്രതികാരമാണ്. ഇതിൽ കൂടുതൽ ക്രൂരത അയാൾ അനുഭവിച്ചിട്ടുണ്ടാവണം. ഡയറി വീണ്ടും അയാൾ പോക്കറ്റിലേക്കിട്ടു. തിരിച്ച് ജീപ്പിനടുത്തേക്ക് വന്നപ്പോഴാണ് ദൂരെ മലമുകളിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട് അയാൾ കണ്ടത്. ജോസ് തന്റെ കയ്യിലെ ബൈനോക്കുലറെടുത്ത് സൂം ചെയ്തു. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ആരോ നടന്നു നീങ്ങുന്നത് അയാൾ കണ്ടു. സർ, അയാൾ ആവേശത്തോടെ അരുണിനെ വിളിച്ചു. അതിനകത്ത് ആരോ ഉണ്ട്. അരുണും ജോസും വേഗം തോക്കെല്ലാം ലോഡിംഗ് ആണെന്ന് ഉറപ്പുവരുത്തി. പിന്നെ 3 പേരും അതിവേഗം ആ വീടിനകത്തേക്ക് കുതിച്ചു. ജോസും വിനോദും നിറത്തോക്കുകളുമായി പിറകുവശത്ത് കാവൽ നിന്നു. അരുൺ ശ്രദ്ധയോടെ വാതിൽ തുറന്നു. അകത്തുനിന്നും പച്ചച്ചോരയുടെ കടുത്ത ഗന്ധം അയാളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. ഹാളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ഹാളിൽ തറയിൽ എന്തോ ഒന്ന് തുണി കൊണ്ട് മൂടിയിരിക്കുന്നത് അയാൾ കണ്ടു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ അത് മാറ്റി. ഒന്നേ നോക്കിയുള്ളൂ. ജേക്കബിന്റെ ശവമായിരുന്നു അത്. അത്രയ്ക്കും ക്രൂരമായി വെട്ടിമുറിച്ചതുപോലെയായിരുന്നു അത്. അരുൺ വേഗം തുണി വീണ്ടും മൂടി. തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. അപ്പോഴേക്കും വിനോദും ജോസും അരുണിന് അടുത്തെത്തിയിരുന്നു. 3 പേരും മെല്ലെ വാതിൽ തുറന്നു നോക്കി. വാതിലിനപ്പുറം തിരിഞ്ഞ് ഒരാൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടു. അരുൺ വേഗം തോക്കെടുത്ത് അയാളുടെ തലയ്ക്ക് നേരെ ചൂണ്ടി. അവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് പോലെ അയാൾ സാവധാനം തിരിഞ്ഞു. അയാളുടെ പൊള്ളി ഉണങ്ങിയ മുഖം മുഴുവൻ കണ്ണീരിന്റെ പാടുകളായിരുന്നു. വരൂ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുകയായിരുന്നു. എന്റെ പ്രതികാരം അവസാനിച്ചിരിക്കുന്നു. ആരാണ് നീ? അരുൺ മെല്ലെ അയാളോട് ചോദിച്ചു. ഞാൻ സാജൻ, വാവച്ചിയുടെ പപ്പ. അയാൾ മെല്ലെ നടന്ന് അരുണിന് സമീപത്തെത്തി. അരുൺ അയാളുടെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടി. സാറിന് എന്നെ വാവച്ചിയുടെ കഥ കേൾക്കണ്ടേ? അയാൾക്കിപ്പോൾ ഒരു അച്ഛൻ്റെ വേവലാതി നിറഞ്ഞ സ്വരമായിരുന്നു അപ്പോൾ. മകളോടുള്ള സ്നേഹം മൂലം അയാളുടെ കണ്ണുകൾ ഈറനാവുകയും സ്വരം ഇടറുകയും ചുണ്ടുകൾ വിറയ്ക്കുകയും ചെയ്യുന്നത് അരുൺ കണ്ടു. അയാൾ അരുണിൻ്റെ തൊട്ടു മുന്നിലെത്തി. അരുൺ ട്രിഗറിൽ ഒന്നുകൂടെ വിരലമർത്തി. സാജൻ വളരെ നിസ്സാരമായി അരുണിനെ ഒന്ന് നോക്കി. പിന്നെ അതിവേഗം മുന്നോട്ട് കുതിച്ചു. അരുണിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ബാലൻസ് നഷ്ടപ്പെട്ട അരുൺ തറയിലേക്ക് മറിഞ്ഞു വീണു.
പിന്നെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് അയാൾ വായുവിലൂടെ കുതിച്ച് ജോസിന്റെ കഴുത്തിൽ ഇടംകാൽ കൊണ്ട് പ്രഹരിച്ചു. അതേ നിമിഷം തന്നെ അയാളുടെ വലം കൈ ശക്തിയായി വിനോദിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു. മൂന്നുപേരും വേദന കൊണ്ട് പുളഞ്ഞ് നിലത്തു വീണു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പേ വീണ്ടും അടി വീണു. പിന്നെ അയാൾ മൂന്നുപേരുടെയും കൈകൾ പിന്നിലേക്ക് ബന്ധിച്ചു. ഒരു വലിയ കയറിൽ മൂന്നുപേരെയും ചേർത്ത് ബന്ധിച്ചു. നിസ്സഹായരായി മൂന്നുപേരും വെറും തറയിൽ കിടന്നു. അവരുടെ കണ്ണുകളിലെ ഭയം അയാൾക്ക് ആനന്ദമേകി. വലിയൊരു കത്തി അവരുടെ മുഖത്തേക്ക് നോക്കി അയാൾ രാഗിക്കൊണ്ടിരുന്നു. സാജൻ, അരുൺ മെല്ലെ വിളിച്ചു. സാജൻ തല തിരിച്ച് അരുണിനെ നോക്കി. വാവച്ചിമോൾക്ക് എന്താ പറ്റിയത്? അയാൾ ഒന്നും മിണ്ടിയില്ല. സാവധാനം അയാളുടെ കണ്ണുകളിൽ അഗ്നി നിറഞ്ഞു. വളരെ ഉച്ചത്തിൽ അയാൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ തൊട്ടടുത്ത് കിടന്ന ചെറിയ മേശയിൽ ആഞ്ഞ് ഒരിടി. മേശയുടെ പലക പൊളിച്ച് കൈകൾ താഴേക്ക് പോയി. പിന്നെ തല ഭിത്തിയിലിടിച്ചു അയാൾ. മൂന്നുപേരും പകച്ചുപോയിരുന്നു. ഒന്നും പറ്റിയില്ല. എൻ്റെ മോൾ ഇവിടെയുണ്ട്. ഷർട്ടിന് മേലെ കൂടി നെഞ്ചു തടവിക്കൊണ്ട് അയാൾ മുരണ്ടു. പിന്നെ അയാൾ ഷർട്ട് വലിച്ചൂരി എറിഞ്ഞു. അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി മൂന്നുപേരുടെയും. ദേഹം മൊത്തം ദാരുണമായി പൊള്ളി ഉണങ്ങിയ പാടുകൾ. ഇയാൾ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വാവച്ചിയെക്കുറിച്ച് അറിയാൻ വന്നതാണോ? അതോ ആ കിടക്കുന്ന പട്ടിയെ രക്ഷിക്കാൻ വന്നതാണോ? അയാളുടെ കണ്ണുകൾ ഒന്നിടുങ്ങി. ജേക്കബിന് എന്തു പറ്റിയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളിൽ ഒരാളെ മാത്രം. ഞാൻ അത് ചെയ്തു കാണിക്കാം. നിങ്ങളിൽ ആരെ വേണം എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പറ, ആരെ വേണം? അരുണിന്റെ ശരീരത്തിലൂടെ ഒരു മരവിപ്പ് പാഞ്ഞുപോയി. മൂന്നുപേരുടെയും മിഴികളിൽ പ്രാണഭയം നിറഞ്ഞു. അരുണും ജോസും വിനോദും പരസ്പരം നോക്കി. ആർക്കും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സാജൻ ക്രൂരമായി ചിരിച്ചു. ആർക്കും മരിക്കാൻ താല്പര്യമില്ല. അതങ്ങനെയാണ്. അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ വാവച്ചിക്കും. ഈ കൈകളിൽ കിടന്നാണ് എൻ്റെ വാവച്ചി പോയത്. പാവം, പാവമായിരുന്നു എൻ്റെ മോൾ. അയാളുടെ മുഖത്തെ ക്രൂരത മാഞ്ഞു. അവിടെ പുത്രിവാത്സല്യം നിറഞ്ഞു. കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. വെളുത്തു നരച്ച ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് അതിൽ മടക്കി വെച്ച ഫോട്ടോ എടുത്തു. തെല്ലുനേരം നോക്കി നിന്നു അയാൾ. പിന്നെ ഫോട്ടോ മടക്കി പേഴ്സിലേക്ക് വെച്ചു. അടുത്ത നിമിഷം തന്നെ അയാൾ അരുണിനെ നോക്കി. പിന്നെ വലിയ നീണ്ട കത്തിയെടുത്ത് അതിൻ്റെ മൂർച്ച പരിശോധിച്ച് തൃപ്തി വരാതെ വീണ്ടും രാഗി മിനുക്കാൻ തുടങ്ങി. അയാളുടെ പൊള്ളിയ മുഖത്ത് വലിയ കണ്ണുകൾ പമ്പരം പോലെ കറങ്ങുന്നത് അരുൺ നോക്കി നിന്നു. ഇരുചെവികളും പൊള്ളി അകത്തേക്ക് മടങ്ങിയിരുന്നു. മുഖത്ത് ഒരു രോമം പോലുമില്ല. ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂടിയിട്ടുണ്ട്. പുരികം വരെ പിന്നീട് മുളച്ചിട്ടില്ലെന്ന് തോന്നും. അരുൺ സാജനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. മാംസദാഹിയായ ഒരു സൈക്കോ അല്ലെന്ന് ഏകദേശം ഉറപ്പായി. ഒരു സൈക്കോയ്ക്ക് ഒരിക്കലും കണ്ണീർ വരാറില്ല. ഇയാൾക്ക് മാനസിക വിഭ്രാന്തി മൂത്ത് ഈ അവസ്ഥയിലെത്തിയതാണ്. ഇയാളുടെ മകൾക്ക് സംഭവിച്ച ദാരുണാവസ്ഥയ്ക്ക് പകരം ചോദിക്കുകയാണ് അയാൾ. അത്രമേൽ പ്രിയപ്പെട്ട മകളുടെ ദാരുണ മരണം ഇയാളുടെ സമനില തെറ്റിച്ചിരിക്കുന്നു. സാജന്റെ പ്രതികാരം അവസാനിച്ച സ്ഥിതിക്ക് ഇയാളെല്ലാം അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇയാൾക്ക് ക്രൂരമായ പ്രതികാരത്തിന്റെ അഗ്നി സിരകളിൽ ലഹരിയായി പടർന്നിരിക്കുന്നു. ചിലർക്ക് കൊലപാതകം ഒരു ലഹരിയായി മാറുന്ന ഒരവസ്ഥയെക്കുറിച്ച് എവിടെയോ വായിച്ചത് അരുണിന് ഓർമ്മ വന്നു. മനുഷ്യൻ മൃഗീയമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. കൊലപാതകങ്ങൾ നടത്തി നടത്തി അതിലെ തെറ്റും ശരിയും തിരിച്ചറിയാനാവാതെ അത് വീണ്ടും തുടരുന്നവർ. ഇരയുടെ പിടച്ചിൽ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ലഹരി. രക്തം ചിതറി ഇരയുടെ ജീവൻ പിടഞ്ഞ് തീരുന്നത് കണ്ട് രസിക്കാൻ മാത്രം കൊലപാതകങ്ങൾ നടത്തുന്നവരുണ്ട്. ഒരു കോഴിയെ അറുക്കുന്ന രാഘവത്തോടെ മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലുന്നവരുണ്ട്. കണ്ടു നിൽക്കുന്നവരെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം മനുഷ്യരക്തം വീഴ്ത്തുന്നവരുമുണ്ട്. ഇവിടെ പക്ഷേ ഉപബോധ മനസ്സിൽ എവിടെയോ അയാൾക്ക് മകളോടുള്ള സ്നേഹം ഒരു നീരുറവയായി പൊടിയുന്നുണ്ട്. ഇനി ഒരേയൊരു സാധ്യതയുള്ളൂ. മനഃശാസ്ത്രപരമായി അയാളെ സമീപിക്കുക. അയാളുടെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ നീരുറവയെ വറ്റാതെ നോക്കുക. സാജൻ, സ്വരത്തിൽ പരമാവധി മൃദുത്വം നിറച്ച് അരുൺ വിളിച്ചു. സാജൻ കത്തുന്ന മിഴികളോടെ അരുണിനെ നോക്കി. താങ്കളുടെ പ്രതികാരത്തിൽ നിരപരാധികളായ ഞങ്ങൾ കൂടെ ഉൾപ്പെടുമെങ്കിൽ ആയിക്കോളൂ. പക്ഷേ വാവാച്ചിയെപ്പോലെ ഞങ്ങൾക്കും മക്കളുണ്ട്. അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്.
സാജന്റെ മിഴികൾ അറിയാതെ ഒന്ന് വിടർന്നു. വാവച്ചിയുടെ ഓർമ്മകളിൽ അയാളുടെ മിഴികളിൽ വീണ്ടും ആർദ്രത നിറഞ്ഞു. രാഗിക്കൊണ്ടിരുന്ന കത്തി അയാൾ നിലത്ത് വെച്ചു. പിന്നെ മെല്ലെ സാവധാനം നടന്ന് അരുണിന്റെ അടുത്തെത്തി. ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ അച്ഛൻ ഞാനാണ് സാർ. എന്റെ വാവച്ചിയുടെ ജന്മത്തോടെ അവളുടെ അമ്മ എന്നെ വിട്ടുപോയി. എല്ലാ ക്ലാസ്സിലും ഒന്നാമതായിരുന്നു വാവച്ചി. അവളുടെ അമ്മയെപ്പോലെ സുന്ദരിയും മിടുക്കിയുമായിരുന്നു എന്റെ മോൾ. അറിയാതെ അയാളുടെ മിഴികൾ ഇടറി. മോളെ താരാട്ടുപാടി ഉറക്കി അവളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന് അവൾക്ക് വേണ്ടി ജീവിച്ച ഒരച്ഛനെ പറ്റി ആലോചിക്കുകയായിരുന്നു അരുൺ. കൈയോ കാലോ വളരുന്നത് നോക്കി നടക്കുന്ന ഒരച്ഛൻ. ഏതോ ഓർമ്മകളിൽ സാജന്റെ മുഖം വാടി. അവളെ ഒത്തിരി ഇഷ്ടായിരുന്നു ജോക്ക്. വാവശിക്കും അവനെ ഇഷ്ടമായിരുന്നു. അവനെ പോലും അവൾക്ക് എനിക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചു. അവളുടെ ഭാവി വരനായി ഞാൻ കണ്ടുവച്ചത് അവനെ ആയിരുന്നു. പക്ഷേ കൊന്നുകളഞ്ഞില്ലേ ആ പട്ടികൾ അവനെ. എന്തുപറ്റി? അറിയാതെ അരുൺ ചോദിച്ചുപോയി. അയാൾ കുറെ സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല. കുറെ നേരത്തേക്ക് ശേഷം ഒന്ന് നെടുവീർപ്പിട്ട് അയാൾ പറയാൻ തുടങ്ങി. ഹൃദയം നുറങ്ങുന്ന ഒരു ദാരുണമായ കഥ. വാവച്ചിയുടെ കഥ. പാവം നിറഞ്ഞ ഒരച്ഛൻ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ കൊലപാതകിയായ കഥ. അരുണും വിനോദും ജോസും സാജനെ തന്നെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. അതിക്രൂരമായ രീതിയിൽ മനുഷ്യ ശരീരത്തെ വെട്ടിമുറിച്ച് ഇരയുടെ മുന്നിൽ വെച്ചു തന്നെ പാചകം ചെയ്ത് കഴിച്ച ക്രൂരനായ നരഭോജിയാണ് അയാളെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പരമസാധു. ഓർമ്മകൾ അയവിറക്കി അയാൾ മെല്ലെ പറയാൻ തുടങ്ങി. വാവച്ചിയുടെ 15ാമത്തെ പിറന്നാൾ ദിവസം. അന്ന് ഗസ്റ്റ് ഹൗസിൽ നിറയെ അതിഥികളുള്ള ദിവസമായിരുന്നു. പണിയെല്ലാം തീർത്ത് ഉച്ചയ്ക്ക് മുൻപേ വാവച്ചിയുടെ അടുത്തെത്തണമെന്നായിരുന്നു മനസ്സിൽ. പക്ഷേ അന്ന് പതിവിൽ കൂടുതൽ ജോലിയുണ്ടായിരുന്നു. നനച്ചിരിക്കാതെയാണ് മുതലാളിയുടെ മകനും കൂട്ടുകാരും വന്നത്. അലിയാർ ആയിരുന്നു അവരുടെ സാരഥി. അലിയാർ ജോലിയിൽ കയറിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. മുതലാളിയുടെ മകൻ ഡേവിഡിന്റെ കൂട്ടുകാർ ആയിരുന്നു അത്. ഡേവിഡ് അല്പം തലതെറിച്ച സ്വഭാവക്കാരനാണ്. 18 വയസ്സുപോലും തികയാത്ത അവന് ഇല്ലാത്ത ദുശീലങ്ങളില്ല. വലിയും കുടിയും തുടങ്ങി കാശ് കൊടുത്താൽ കിട്ടുന്ന എന്തും. 3 പേരായിരുന്നു അത്. ജേക്കബും തമ്പാനും പിന്നെ ഒരു സൈമണും. വലിയ വലിയ വീടുകളിലെ പയ്യന്മാരാണെന്ന് അവരെ കണ്ടാലേ അറിയാം. തമ്പാൻ അതിലല്പം മുതിർന്ന ആളാണ്. ഏകദേശം 22 വയസ്സ് തോന്നിക്കും. മറ്റു 2 പേർക്കും ഡേവിഡ് മോന്റെ അതേ പ്രായമാണ്. അവർ 4 പേരും വന്നതോടുകൂടെ അലിയാർക്കും എനിക്കും പണി കൂടി. ഭക്ഷണമുണ്ടാക്കലും വിളമ്പലും തന്നെ ജോലി. നല്ല സ്നേഹത്തോടെയായിരുന്നു അവരുടെ പെരുമാറ്റം. അതിനിടയിൽ വാവച്ചിയുടെ കാര്യം മറന്നുപോയിരുന്നു ഞാൻ. കണ്ണീരോടെ വാവച്ചി എന്നെ കാത്തിരിക്കുകയായിരുന്നു വീട്ടിൽ. അച്ഛൻ കൊണ്ടുവരുന്ന സമ്മാനവും കാത്ത് പുതുവസ്ത്രവും ധരിച്ച് കണ്ണീരോടെ അവൾ കാത്തിരുന്നു തളർന്നു. അവസാനമാണ് അവൾ എന്നെയും തിരക്കി ജോയിയുടെ കൂടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നത്. അന്ന് ഞാൻ അവളോടും ജോയോടും കുറച്ച് മുഷിഞ്ഞു സംസാരിച്ചു. കാരണം അവിടെ വരുന്ന അതിഥികൾ എല്ലാം അത്ര നല്ലവർ ആയിരുന്നില്ല. കണ്ണീരോടെയാണ് ജോയും വാവച്ചിയും എൻ്റെ കൂടെ വന്നത്. ആദ്യമായി പിറന്നാൾ ദിവസം എൻ്റെ മോൾ എൻ്റെ മുന്നിൽ വെച്ച് കരഞ്ഞു. ആദ്യമായി അന്നവൾ പപ്പയോട് പിണങ്ങി പട്ടിണി കിടന്നു. ഒരുപാട് പണിപ്പെട്ടു ഞാൻ അവളുടെ പിണക്കം മാറ്റാൻ. എന്തോ മനസ്സിൽ കണ്ട പോലെ അയാളുടെ മുഖം തിളങ്ങി. ഒടുവിൽ രാത്രി 2 മണിക്ക് ടൗണിലെ ബേക്കറി തുറപ്പിച്ച് ഐസ്ക്രീം വാങ്ങിക്കൊടുത്താണ് അവളുടെ പിണക്കം തീർത്തത്. കാരണം അവളുടെ ചെറിയ പിണക്കം പോലും എനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അവളുടെ ഒരു തുള്ളി കണ്ണീർ പോലും എനിക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഡേവിഡിന്റെ കൂട്ടുകാർ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോയിരുന്നില്ല. അടുത്ത ഞായറാഴ്ച ഗസ്റ്റ് ഹൗസിൽ ആരും ഉണ്ടായിരുന്നില്ല. ആരുമില്ലാത്തതിനാൽ ഉച്ചയ്ക്ക് മുൻപേ ഗസ്റ്റ് ഹൗസ് പൂട്ടി ഞാൻ വീട്ടിലെത്തുമ്പോൾ വാവച്ചിയെ കണ്ടില്ല. എല്ലായിടത്തും തിരഞ്ഞിട്ടും എങ്ങും കണ്ടില്ല. രാവിലെ ജോയും അവളും ഒരു കാറിൽ കയറി പോകുന്നത് കണ്ടെന്ന് മുറുക്കാൻ കടക്കാരൻ ജോണി പറഞ്ഞു. അപ്പോഴാണ് അലിയാർ കാറുമായി എന്നെ തിരക്കി വന്നത്. അയാളുടെ ഇരുണ്ട മുഖം വിയർപ്പിൽ മുങ്ങിയിരുന്നു. അയാൾ പറഞ്ഞ വിവരം കേട്ട് ഞാൻ തരിച്ചിരുന്നു. മുതലാളിക്ക് ടൗണിൽ നിന്നും 50 കിലോമീറ്റർ മാറി കാട്ടിനുള്ളിൽ ഒരു ബംഗ്ലാവുണ്ട്. അവിടെയാണ് അയാളുടെ എല്ലാ വേണ്ടാതനങ്ങളും നടക്കാറ്. അങ്ങോട്ടേക്ക് ഡേവിഡിന്റെ കാറിൽ ജോയും വാവച്ചിയും പോയിട്ടുണ്ടെന്ന് അലിയാർ പറഞ്ഞപ്പോൾ ചങ്കു പിടഞ്ഞു പോയി എൻ്റെ. പിറന്നാൾ ദിവസം അവർ വാവച്ചിയെ കണ്ടിരുന്നുവെന്നും അലിയാർ പറഞ്ഞു. വാവച്ചിക്കും ജോക്കും ലോകപരിചയമായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡേവിഡ് വിളിച്ചപ്പോൾ രണ്ടാളും പോയി കാണും. കാരണം ഡേവിഡ് വാവച്ചിയോട് നല്ല സ്നേഹത്തിലേ പെരുമാറാറുള്ളൂ.
പക്ഷേ നെഞ്ചിനകത്ത് എന്തോ വിമിഷ്ടം നിറയുന്നു. ഓർമ്മകളിൽ പേരറിയാത്ത ഏതൊക്കെയോ പെൺകുട്ടികളുടെ മുഖം മിന്നിമറയുന്നു. വിടരും മുമ്പേ ചതഞ്ഞരഞ്ഞ പനിനീർദളങ്ങൾ പോലെ. പിന്നെയൊന്നും ആലോചിച്ചില്ല. അലിയാരുടെ കൂടെ കാറിൽ കയറി ബംഗ്ലാവിലേക്ക് കുതിച്ചു. ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായാണ് എനിക്ക് തോന്നിയത്. കുത്തനെയുള്ള ഉരുളൻ കല്ലുകളിൽ തെന്നി വണ്ടി താഴേക്ക് മറിഞ്ഞു പോവുമോ എന്ന് തോന്നിക്കുമാറ് വേഗതയിലായിരുന്നു അലിയാരുടെ പോക്ക്. ഏകദേശം ബംഗ്ലാവിന് 1 കിലോമീറ്റർ അടുത്ത് വെച്ച് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ ഒരു മരത്തിലിടിച്ചു. അലിയാരുടെ തല ഗ്ലാസ്സിലിടിച്ച് വലിയൊരു മുറിവ് പറ്റി. പിന്നെ ഞാൻ ഇറങ്ങി ഒരു ഓട്ടമായിരുന്നു. ഓടിക്കിതച്ച് ഞാൻ ബംഗ്ലാവിലെത്തുമ്പോൾ ദേഹമാസകലം ചോരയിൽ കുളിച്ച് മൃതപ്രാണനായി കിടക്കുകയായിരുന്നു ജോ. എന്നെ കണ്ടതും അവന്റെ കണ്ണിലൂടെ ചുവപ്പു നിറമുള്ള കണ്ണീർ ഒലിച്ചിറങ്ങി. പിന്നെ അവൻ തൊണ്ട പൊട്ടുമാറ് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്തു കിടക്കുന്ന ഒരു വാതിലിന് നേരെ കൈ ചൂണ്ടി. ഇടനെഞ്ചിലൂടെ കൊള്ളിയാൻ പാഞ്ഞ നിമിഷത്തിൽ വാതിൽ ഒരൊറ്റ ചവിട്ടിന് മലർക്കെ തുറന്നു. ഒരൊറ്റ നോട്ടമേ ഞാൻ നോക്കിയുള്ളൂ. വലിയ ബെഡിൽ ഉടുവസ്ത്രമില്ലാതെ കിടക്കുകയാണ് എൻ്റെ മോൾ. അരുണും വിനോദും ജോസും അമ്പരപ്പോടെ പരസ്പരം നോക്കി. ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിക്കരയുകയാണ് സാജൻ. ഒരു മകളെ നഷ്ടപ്പെട്ട അച്ഛനേക്കാൾ ആ നഷ്ടപ്പെടലിൻ്റെ ക്രൂരതയാണ് അവരെ അലട്ടിയത്. അറിയാതെ മൂവരുടെയും കണ്ണിലൂടെ ചുടുകണ്ണീർ ഒലിച്ചിറങ്ങി. സാജൻ നന്ദിയോടെ അവരെ നോക്കി. നിങ്ങളുടെ ഹൃദയം നന്മ നിറഞ്ഞതാണ്. പക്ഷേ ഒന്ന് നിർത്തിയിട്ട് അയാൾ അരുണിനെ നോക്കി. ഹൃദയം കൊടുത്തു വളർത്തിയ പൊന്നുമോളെ ആ ഒരവസ്ഥയിൽ കണ്ട ഒരച്ഛൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അരുണിൻ്റെ കണ്ണുനീർ ഒലിച്ച് അയാളുടെ കൈത്തണ്ടയിൽ വീണു. അയാൾ നന്ദിയോടെ അരുണിനെ നോക്കി. ദേഹമാസകലം ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് എൻ്റെ മോൾ. ഞാൻ എൻ്റെ മുണ്ടൂരി അവളെ പുതപ്പിച്ചു. നേർത്ത ഒരു ശ്വാസം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. വാവച്ചി. എൻ്റെ അലർച്ചയിൽ ബംഗ്ലാവിൻ്റെ ഓരോ കൽത്തൂണും വിറച്ചു. പപ്പാ. നേരിയ ഒരു കുറുകൽ പോലെ വാവച്ചി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് അവർ 4 പേരും കടന്നു വന്നത്. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അവരുടെ നേരെ കുതിച്ചു. പക്ഷേ ലഹരിയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന അവരെ ഒന്ന് മുറിവേൽപ്പിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ജേക്കബ് അന്നേ കരുത്തുള്ളവനായിരുന്നു. അവൻ ഒറ്റയടിക്ക് എന്നെ വീഴ്ത്തിക്കളഞ്ഞു. പിന്നെ ജനാലയിൽ എന്നെ ചേർത്ത് കെട്ടി. പിന്നെ ഒന്ന് നിർത്തിയിട്ട് അയാൾ അരുണിനെ നോക്കി. ചുവന്ന മിഴികൾ കണ്ട് അരുൺ പേടിയോടെ മുഖം താഴ്ത്തി. പിന്നെ അവർ 4 പേരും എൻ്റെ മുന്നിലിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വാവച്ചിയെ. ഈശ്വരാ. സാജൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. വേദന. ലോകത്തനുഭവിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി വേദന. അവസാനം ചലനമറ്റ എൻ്റെ വാവച്ചിയെ അവർ വലിച്ച് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. മൃതപ്രായയായ ജോയെയും വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ കെട്ടഴിച്ച് ആ റൂമിലേക്ക് കൊണ്ടുചെന്നു. പിന്നെ വാതിൽ തുറന്ന് എന്നെ അകത്തേക്ക് തള്ളി. ജനലുകളില്ലാത്ത ഒരു ഇരുട്ടറയായിരുന്നു അത്. അതിനുള്ളിൽ കത്തിയെരിയുകയാണ് ജോയും വാവച്ചിയും. മനുഷ്യ ശരീരം പച്ചക്ക് കത്തിക്കുന്നതിൻ്റെ രൂക്ഷഗന്ധം അവിടെ പരക്കുന്നത് പോലെ അരുണിന് തോന്നി. സാജന്റെ മിഴികളിൽ സങ്കടം നിറഞ്ഞു. എരിയുന്ന എൻ്റെ വാവച്ചിയെ ഞാൻ ചേർത്ത് പിടിച്ചു. അരുൺ ഊഹിക്കുകയായിരുന്നു. കത്തുന്ന ശരീരവുമായി ഓടുന്ന ജോ, നിലത്ത് കിടന്ന് കത്തിത്തീരുന്ന വാവച്ചി, അവളുടെ മേൽ സ്വന്തം ശരീരം കൊണ്ട് തീയണയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പാവം അച്ഛൻ. ക്രൂരത, അങ്ങേയറ്റത്തെ ക്രൂരത. പിന്നെ 1 മാസം കഴിഞ്ഞു എനിക്ക് പുറത്തു വരാൻ. ജീവച്ഛവമായി കിടന്ന എന്നെ അലിയാരാണ് രക്ഷിച്ചു കൊണ്ടുപോയത്. ആ 1 മാസം പൊള്ളിപ്പിടഞ്ഞു വാവച്ചിയുടെയും ജോയുടെയും മൃതദേഹങ്ങൾക്കൊപ്പം ഞാൻ ജീവിച്ചത് എങ്ങനെയെന്നറിയുമോ? അരുൺ സാജനെ നോക്കി. അയാളുടെ കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണീരിന് ചോരയുടെ നിറം. ഓർമ്മകൾ അയാളെ ശ്വാസം മുട്ടിക്കുന്നു. അയാൾ ഓക്കാനിച്ചുകൊണ്ട് നിലത്തിരുന്നു. എൻ്റെ വാവച്ചിയുടെ കരച്ചിൽ അടക്കാൻ കഴിയാതെ അയാൾ ഹൃദയം പൊട്ടി ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. ഒരു നടുക്കത്തോടെ അരുൺ വിനോദിനെയും ജോസിനെയും നോക്കി. അവരും അവിശ്വസനീയതയോടെ കേട്ടു നിൽക്കുകയായിരുന്നു. ജീവൻ നിലനിർത്താൻ വേണ്ടി ജന്മം നൽകിയ ഒരു മകളുടെ പൊള്ളിയ ശരീരം. ഇനി പറ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? എൻ്റെ വാവച്ചിയുടെ ഓർമ്മകളോട് ഞാൻ നീതി ചെയ്യണ്ടേ? ആരും ഒന്നും മിണ്ടിയില്ല. അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ സാജൻ ചെയ്തു കൂട്ടുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എന്തിൻ്റെ പേരിലായാലും കുറ്റം കുറ്റം തന്നെയാണ്. സാജന്റെ മിഴികൾ ഒന്നിടുങ്ങി.
പെട്ടെന്ന് തുറന്നു കിടന്ന വാതിലിലൂടെ ഒരാൾ അകത്തേക്ക് വന്നു. പൊള്ളിയ ശരീരവുമായി ഒരാൾ. രക്തത്തിന്റെയും കത്തിയ മാംസത്തിന്റെയും രൂക്ഷഗന്ധം അവിടെ മൊത്തം പരന്നു. അയാൾ അകത്ത് വന്ന് അരുണിന്റെയും വിനോദിന്റെയും ജോസിന്റെയും മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അരുണിന്റെ നോട്ടം അറിയാതെ ഭിത്തിയിലെ പൊട്ടിയ കണ്ണാടിയിലേക്ക് പോയി. അവിടെ അയാളുടെ പ്രതിബിംബം കണ്ടില്ല. അയാൾ ഉത്കണ്ഠയോടെ സാജനെ നോക്കി. ജോ. അറിയാതെ അരുണിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. വിനോദും ജോസും അരുണിനെ നോക്കി. അയാൾ ഒന്നുമില്ലെന്ന് അവരെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. പിന്നെ മെല്ലെ കൈകൾ തിരിച്ചു നോക്കി. കയർ ചെറിയ അയവുള്ളതുപോലെ കൈകൾ തിരിക്കാൻ പറ്റുന്നുണ്ട്. സാവധാനം കൈകൾ വലിച്ചു നോക്കി. ചെറുതായിട്ട് ഊരി വരുന്നത് പോലെ തോന്നിയ അരുൺ മെല്ലെ സാജനെ നോക്കി. അയാൾ തിരക്കിട്ട് അകത്തേക്ക് പോകുന്നത് കണ്ടു. ജോ. പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളെ നോക്കി അരുൺ വിളിച്ചു. അയാൾ മെല്ലെ തിരിഞ്ഞു. അരുൺ മെല്ലെ കണ്ണാടിയിലേക്ക് നോക്കി. ഇപ്പോൾ അയാളുടെ രൂപം കാണുന്നുണ്ട്. അപ്പോ നേരത്തെ. അയാൾ നടന്നു വന്ന് അരുണിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. പിന്നെ കൈകൾ കൊണ്ട് എന്തോ ആംഗ്യം കാട്ടി. അയാൾ വാ തുറന്നപ്പോൾ അസഹ്യനീയമായ കഞ്ചാവിന്റെ മണം മുഖത്തടിച്ചു. പെട്ടെന്ന് അകത്തു നിന്നും സാജന്റെ വിളി കേട്ട് അയാൾ അകത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ സാജൻ പുറത്തേക്ക് വന്നു. അരുൺ അയാളെ സൂക്ഷിച്ചു നോക്കി. ജോയാണോ അത്? അല്ല. സാജൻ മെല്ലെ ചിരിച്ചു. അവനെ കൊന്നുകളഞ്ഞില്ലേ? ഇതൊരു ഭ്രാന്തൻ. പാവം, എവിടെന്നോ വന്നതാണ്. ഇടയ്ക്കിടെ ഇവിടെ വരും. അരുണിന്റെ നെഞ്ചിൽ ഒരു തണുപ്പ് വീണു. സാജൻ, ഇനി ഞങ്ങളെ വിട്ടൂടെ? താങ്കളുടെ പ്രതികാരം അവസാനിച്ചില്ലേ? സാജൻ ഒന്നും മിണ്ടാതെ അരുണിന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. ഇല്ല സാറേ, ഒരാൾ കൂടെ ബാക്കിയുണ്ട്. ആരാ? ഡേവിഡ്. സാജന്റെ മിഴികൾ ഇടുങ്ങി. അപ്പോ 4 പേരായി എന്ന് മുൻപേ പറഞ്ഞില്ലേ? ശരിക്കും 4 പേരല്ലേ ഉള്ളൂ? അല്ല, ശരിക്കും 5 പേരുണ്ട്. 5 പേരോ? അതെ, അലിയാർ അടക്കം 5 പേർ. അരുൺ വിനോദിന്റെ മുഖത്ത് നോക്കി. അയാളും പകച്ചു നിൽക്കുകയായിരുന്നു. അലിയാർ നിങ്ങളെ സഹായിച്ച ആളല്ലേ? അയാൾ എന്തിനാ കൊന്നത്? സാജന്റെ കണ്ണുകൾ ചുവന്നു. സഹായിച്ചെന്ന് ആര് പറഞ്ഞു? എല്ലാത്തിന്റെയും കാരണം അയാളായിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ നിസ്സാരമായി അവരെ തടയാമായിരുന്നു. അയാളെ അവർ മനോഹരമായി ഉപയോഗിച്ചു. സാജൻ ചെറുതായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അയാളും എൻ്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്നു. അരുൺ കൈകൾ മെല്ലെ തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചുകൂടെ കയർ അഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈ മെല്ലെ ഊരിപ്പോരും. അപ്പോ ഡേവിഡ് എവിടെ? സാജൻ ഒന്ന് ചിരിച്ചു. ഞാൻ വരുന്നതിന് മുമ്പേ ആ പട്ടിയെ കർത്താവ് കൊണ്ടുപോയി. പക്ഷേ അവന്റെ രക്തം ഇപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അതാരാ? ജിജ്ഞാസയോടെ അരുൺ ചോദിച്ചു. ക്രൂരമായി ചിരിച്ചുകൊണ്ട് സാജൻ അരുണിന്റെ നേരെ വിരൽ ചൂണ്ടി. അരുൺ ഞെട്ടലോടെ സാജനെ നോക്കി. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ദത്തെടുത്തതാണ്. അരുൺ മിഴികൾ താഴ്ത്തി. മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഇയാൾ തോണ്ടി പുറത്തിടുന്നത്. ഡേവിഡിന്റെ ക്രൂരതയ്ക്കിരയായ ഒരു പാവം പെൺകുട്ടി പ്രസവിച്ച ചോര പൈതലിനെ ഒരു അഗതി മന്ദിരത്തിൽ കൈമാറി. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ എനിക്ക് മാത്രമേ അറിയൂ നീ ഡേവിഡിന്റെ മകനാണെന്ന്. സാജൻ കിതച്ചുകൊണ്ട് അരുണിനെ നോക്കി. അരുൺ കൈകൾ രണ്ടും തിരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മോളോടെ എൻ്റെ പരമ്പര ഇല്ലാതായി. അവളെ നശിപ്പിച്ച എല്ലാ പട്ടികളുടെയും കുടുംബം മൊത്തം ഞാൻ നശിപ്പിക്കും. പ്രതികാരാഗ്നി നിറഞ്ഞിരുന്നു സാജന്റെ മിഴികളിൽ. അതുവരെ ഞാൻ ആരെന്ന് ലോകം അറിയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ 3 പേരെയും ഞാൻ കൊല്ലാൻ പോവാ. നിങ്ങളെ ജീവനേക്കാൾ എനിക്ക് എൻ്റെ പ്രതികാരമാണ് വലുത്. സാജൻ കത്തിയെടുത്ത് മൂർച്ച കൂട്ടി. പിന്നെ സാവധാനം നടന്ന് അരുണിന്റെ അടുത്തെത്തി. കത്തിമേലെ അയാൾ അരുണിന്റെ നെറ്റിയിൽ മുട്ടിച്ചു. ഡേവിഡിന്റെ രക്തം. സാജന്റെ സ്വരത്തിൽ ആഹ്ലാദം നിറഞ്ഞു. അയാൾ കത്തിമെല്ലെ താഴേക്ക് വലിച്ചു. രക്തം മെല്ലെ മെല്ലെ താഴേക്ക് ഒലിച്ചിറങ്ങി. പെട്ടെന്ന് പിറകിൽ നിന്നും അമർത്തിയ ഒരു സ്വരം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ആ ഭ്രാന്തനായിരുന്നു അത്. അയാൾ സാജനെ നോക്കി വെറുതെ ചിരിച്ചു. ഒരൊറ്റ നിമിഷം ചോര തിളച്ചു സാജന്. അയാൾ കത്തിയെടുത്ത് ഒരൊറ്റ കുത്ത്. ഇടനെഞ്ച് പൊത്തിപ്പിടിച്ച് അയാൾ നിലത്തേക്ക് കമിഴ്ന്നു വീണു. പിന്നെ സാജൻ തിരിഞ്ഞ് അരുണിനെ നോക്കി. പേടിച്ചു വിറയ്ക്കുകയായിരുന്നു ജോസും വിനോദും. അരുൺ കൈകൾ മെല്ലെ വലിച്ചു നോക്കി. സാജൻ കത്തുന്ന മിഴികളോടെ അരുണിന്റെ നേരെ തിരിഞ്ഞു. അരുൺ കണ്ണുകൾ അടച്ചു. സാജൻ കത്തിമുന അരുണിന്റെ കഴുത്തിൽ മുട്ടിച്ചു.
പിന്നെ സാവധാനം താഴേക്ക് വരഞ്ഞു. ദേഹമാസകലം ചുട്ടുപൊള്ളുന്നത് പോലെ അരുണിന് തോന്നി. അയാൾ കത്തികൊണ്ട് നെഞ്ചിനു താഴെ ചെറുതായി അമർത്തി. ഒരൊറ്റ നിമിഷം കൊണ്ട് അരുൺ മൊത്തം വിയർപ്പിൽ കുളിച്ചു. ഹൃദയമിടിപ്പ് കൂടി താൻ മരിച്ചു പോവുമോ എന്നയാൾ ഭയപ്പെട്ടു. അരുണിന്റെ കണ്ണുകളിലെ പേടി ആസ്വദിക്കുകയായിരുന്നു സാജൻ. അയാളുടെ മുഖത്ത് ആത്മസംതൃപ്തി നിറഞ്ഞു. അയാൾ കത്തി ഉയർത്തി മെല്ലെ അരുണിന്റെ തുടയുടെ മുകളിലേക്ക് അമർത്തി. കത്തിമുന മെല്ലെ തുടയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അരുൺ വേദന കൊണ്ട് പിടഞ്ഞു. ആവേശമൂത്ത് സാജൻ കത്തി ആഞ്ഞ് തുടയിലേക്ക് താഴ്ത്തി. വേദനയുടെ കൊടുമുടി കണ്ട നിമിഷം അരുൺ കൈകൾ സർവശക്തിയുമെടുത്ത് ആഞ്ഞു വലിച്ചു. കയ്യിൽ കയറുറഞ്ഞ് ചോര പൊടിഞ്ഞു. അതേ നിമിഷം കൈകൾ കെട്ടിനുള്ളിൽ നിന്നും ഊരി വന്നു. എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുൻപേ സാജന്റെ ഇരുചെവികളിലും ആഞ്ഞടിച്ചു അരുൺ. സാജന്റെ കയ്യിൽ നിന്നും കത്തി താഴെ വീണു. പകച്ചുപോയ അയാൾ നിലത്തേക്ക് ചരിഞ്ഞു വീണു. ഉടനെ കയററുത്ത് വിനോദിനെയും ജോസിനെയും സ്വതന്ത്രരാക്കി അരുൺ. മൂന്നുപേരും സാജനെ വട്ടമിട്ടു. ക്രൂരമായി ചിരിയോടെ തറയിൽ കൈകുത്തി അയാൾ എണീറ്റു. പിന്നെ കൈകൾ രണ്ടും ശിരസിന് ലംബമായി പിടിച്ചു. ഒരു കാൽ സാവധാനം തറയിൽ നിന്നും ഉയർത്തി അരുണിന്റെ നേരെ നീട്ടി. അരുൺ കത്തി നീട്ടിപ്പിടിച്ച് സാജന്റെ നേരെ കുതിച്ചു. സാജന്റെ കഴുത്തിനു നേരെയാണ് അരുൺ കത്തി വീശിയത്. സാജൻ മിന്നൽ പോലെ തറയിലേക്ക് അമർന്ന് തോളിനു മീതെ അരുണിനെ മറച്ചിട്ടു. പിറകിലൂടെ കത്തി സാജന്റെ നട്ടെല്ലിലൂടെ തുളഞ്ഞു കയറി. അരുൺ കത്തി വലിച്ചൂരി. ഒന്നു പിടഞ്ഞു. സാജൻ തിരിഞ്ഞു. അയാൾ ദയനീയമായി അരുണിനെ നോക്കി. ഒന്നുകൂടി കുത്താനൊത്ത അരുണിനെ അയാൾ തൊഴിച്ചു തെറിപ്പിച്ചു. പിന്നെ ആടിയാടി അരുണിന് നേരെ ചെന്നു. അപ്പോഴേക്കും ജോസും വിനോദും ചേർന്ന് പിന്നിൽ നിന്നും അയാളെ അടിച്ചു വീഴ്ത്തി. അയാളുടെ വായിലൂടെയും മൂക്കിലൂടെയും ചോര ഒലിക്കാൻ തുടങ്ങിയിരുന്നു. കടുത്ത വേദനയ്ക്കിടയിലും അയാൾ മനോഹരമായി പുഞ്ചിരിച്ചു. വാവച്ചി, അയാൾ മെല്ലെ വിളിച്ചു. പുറത്തുനിന്നും ആരോ വിളിക്കുന്നത് പോലെ തോന്നിയിട്ട് അയാൾ വാതിലിന് നേർ കിഴഞ്ഞു. പപ്പാ, വേദന നിറഞ്ഞു വാവച്ചി തന്നെ വിളിക്കുന്നത് പോലെ സാജന് തോന്നി. തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് വാവച്ചി തന്നെ മാടി വിളിക്കുകയാണ്. അവളുടെ കൈ പിടിക്കാനെന്ന മട്ടിൽ സാജൻ കൈകൾ ഉയർത്തി. പിന്നെ സാവധാനം പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നു പിടഞ്ഞു. നിശ്ചലമായി. അരുണും ജോസും വിനോദും പരസ്പരം നോക്കി. അരുൺ മെല്ലെ സാജനെ മറിച്ചിട്ട് നെഞ്ചിൽ ചെവി ചേർത്ത് വെച്ചു. പിന്നെ മെല്ലെ എഴുന്നേറ്റ് തുറന്നുകിടന്ന കണ്ണുകൾ ചേർത്തടച്ചു. അപ്പോഴും സാജന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി നിറഞ്ഞു നിന്നു. അഗാധമായ പുത്രി സ്നേഹത്താൽ മന്ദഹസിച്ച് മരിച്ചു കിടന്നു അയാൾ. ഇനി എന്തു ചെയ്യും സാർ? വിനോദ് അരുണിനെ നോക്കി. എന്തു ചെയ്യാൻ? ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കാം. അവർ എന്തു വേണേലും ആയിക്കോട്ടെ. അവർ ഒന്നുകൂടെ സാജനെ തിരിഞ്ഞു നോക്കി പുറത്തേക്ക് നടന്നു. അവർ മുറി കടന്നു പോയ ഉടനെ സാജന്റെ വിരലുകൾ ചെറുതായി ഒന്ന് വിറച്ചത് അവർ അറിഞ്ഞില്ല. ആകാശത്ത് പൊടുന്നനെ മഴമേഘങ്ങൾ നിറഞ്ഞു. ഭൂമിയിലേക്കിറങ്ങി കൊടും ഇടിവെട്ടുന്നതിനു മുൻപേ തുള്ളിക്കൊരു കുടം കണക്കെ ആർത്തുലച്ച് പെയ്യാൻ തുടങ്ങി മഴ. എല്ലാം കഴുകി കളയുന്ന പെരും മഴ. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.